ഈ അച്ഛൻ പറയുന്ന ബ്രദറെ അച്ഛൻ ബ്രദറെ പറഞ്ഞോ. മുഹമ്മദിന് മാനസിക രോഗമുണ്ടെന്ന് പറയുന്ന ഒരു ചാപ്റ്റർ തന്നെ ഉണ്ട് ഖുറാനില്. അത് വായിച്ചു കേൾപ്പിക്കണോ? എന്നാ ഒന്ന് വായിക്കാം, എന്തായാലും ഒരു ഫുൾ കേൾക്കട്ടെ. അതൊന്ന് അത് വായിച്ചു വായിച്ചു കേൾപ്പിക്കും. കേൾപ്പിക്കാം. അതായത് ഈ പയ്യന് മാരണം ഉണ്ടെന്ന് ഇവർ പറഞ്ഞു പരത്താ. നമ്മളെ സത്യമാണ് നാടൻ ഈ കാസർഗോഡുള്ള മുസ്തഫ. അവൻ വന്ന് ആദ്യം രൂപങ്ങളെല്ലാം എടുത്ത് മാറ്റിയ ദിവസം പറഞ്ഞ് അവന് ഇതുവരെ സുഖമില്ല, അവന് പ്രാന്താന്ന് പറഞ്ഞു. എന്നിട്ട് അവൻ നമ്മുടെ റൂമിൽ വന്നിട്ട് പറഞ്ഞ, അച്ചായ അതൊക്കെ ഞാൻ വെറുതെ പറഞ്ഞതാ, അത് വെറുതെ പറഞ്ഞാന്ന്. അവൻ എന്നോടല്ലേ സംസാരിച്ചോണ്ടിരുന്നത്? ഓർമ്മയുണ്ടോ അച്ഛൻ അതെ, ബ്രദറെ? വെറുതെ പറഞ്ഞാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഉടനെയാണ് അടുത്തത് ബൈബിൾ കത്തിച്ചു. അപ്പൊ അവനെ മാറണമെന്ന് ഗവൺമെന്റ് മുദ്ര കുത്തിയിരിക്കല്ലേ. അപ്പൊ ഗവൺമെന്റ് ആരാന്ന് നോക്കിയ. അതുപോലെ ആ പയ്യനെ ഇട്ട് തട്ടുന്ന കണ്ടായിരുന്നോ? അല്ല, ആ പയ്യനെ ഇട്ട് തട്ടുന്നത് കണ്ടായിരുന്നോ? തലോടുന്നു തട്ടുകല്ല, തലോടുന്നു. തലോടല്. അവൻ ചിരിക്കുന്നു. അവൻ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഉടനെ ബിരിയാണി അവിടെ കൊണ്ടുവരും. അവിടെ ഉണ്ടെന്ന് പച്ച വെളിച്ചം ഉണ്ടെന്ന് തോന്നുന്നു. പോലീസുകാരിൽ തന്നെ പച്ച വെളിച്ചം. എന്തായാലും വായിച്ചോളൂ, സൗകര്യം വായിച്ചോളൂ. ഓക്കെ, നിങ്ങൾ ആരുടെയെങ്കിലും കയ്യിൽ ഖുറാൻ ഉണ്ടെങ്കിൽ നിങ്ങളും എടുക്കുക. ഞാൻ വായിക്കുന്നത് സത്യമാണോ അല്ലയോ എന്ന് നിങ്ങളും കൂടെ അറിയണല്ലോ. 72-ാമത്തെ ചാപ്റ്റർ എടുക്കുക. 72-ാമത്തെ ചാപ്റ്റർ. ഈ ചാപ്റ്ററിന്റെ പേരാണ് ജിന്ന്. ഇവിടെ എന്റെ കയ്യിലിരിക്കുന്ന ഖുറാനില് ബ്രാക്കറ്റില് ഭൂതങ്ങൾ എന്ന് എഴുതിയിരിക്കുന്നു. ജിന്ന് എന്ന് പറഞ്ഞാൽ ഭൂതങ്ങളാണത്രേ. ഇത് മക്കയിൽ അവതരിപ്പിച്ചതാണ്. അപ്പോ ഈ സൂറത്തിന് ഈ ഭൂതങ്ങളെ പറ്റി പറയുന്നത് കൊണ്ട് ഭൂതങ്ങൾ എന്ന് പേര് വന്നു എന്നിവിടെ ഒരു അടിക്കുറിപ്പും കാണുന്നുണ്ട്. ഓക്കെ, ഇത് യഹൂദന്മാര് ട്രാൻസ്ലേറ്റ് ചെയ്തതൊന്നും അല്ല, മുസ്ലിങ്ങൾ തന്നെ തർജ്ജമ ചെയ്ത പുസ്തകമാണ്. ഒന്നാമത്തെ ആയത്ത് പറയുക, ജിന്നുകളിൽ നിന്നുള്ള ഒരു സംഘം ഖുർആൻ ശ്രദ്ധിച്ചു കേൾക്കുകയുണ്ടായി എന്ന് എനിക്ക് ദിവ്യബോധനം നൽകപ്പെട്ടിരിക്കുന്നു. ശ്രദ്ധിച്ചു കേൾക്കണേ. അള്ളാഹു പറയുകയാണ് അള്ളാഹുവിന് ദിവ്യബോധനം കിട്ടിയിരിക്കുന്നുവെന്ന് പറയുക. നീ എന്താണ് പറയേണ്ടത്? ജിന്നുകളിൽ നിന്ന് ഒരു സംഘം ഖുർആൻ ശ്രദ്ധിച്ചു കേൾക്കുകയുണ്ടായി എന്ന് എനിക്ക് ദിവ്യബോധനം നൽകപ്പെട്ടിരിക്കുന്നു. എന്നിട്ട് അവർ പറഞ്ഞു, തീർച്ചയായും അത്ഭുതകരമായ ഒരു ഖുർആൻ ഞങ്ങൾ കേട്ടിരിക്കുന്നു. അപ്പോ അള്ളാഹു ആണിത് പറയുന്നത്. ആരോടാ പറയുന്നത്? നബിയോട്. എന്താണ് പറയുന്നത്? നീ ഇങ്ങനെ പറയുക. എന്ത് പറയണം? ജിന്നുകളിൽ നിന്നുള്ള ഒരു സംഘം ഖുർആൻ ശ്രദ്ധിച്ചു കേൾക്കുകയുണ്ടായി എന്ന് എനിക്ക് ദിവ്യബോധനം നൽകപ്പെട്ടിരിക്കുന്നു എന്ന് നീ പറയണം. അതായത് മുഹമ്മദിന് ഈ ദിവ്യബോധനം ഉണ്ടായെങ്കിൽ ഈ അള്ളാഹു ഇത് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നിനക്ക് ദിവ്യബോധനം ഉണ്ടായി എന്ന് നീ പറയുക എന്ന് പറഞ്ഞാൽ ദിവ്യബോധനം ഉണ്ടായിട്ടാണോ പറയുന്നത്, അതോ അള്ളാഹു പറഞ്ഞത് കൊണ്ടാണോ? രണ്ടാമത്, എന്നിട്ട് അവർ സ്വന്തം സമൂഹത്തോട് ഈ എന്താ പറയാ, നമ്മുടെ ആഭാസ മന്ത്രി ശിവൻകുട്ടിയൊക്കെ ഒരു പുസ്തകം എഴുതിയാൽ ഇങ്ങനെയൊക്കെ ആയിരിക്കുക എന്ന് എനിക്ക് തോന്നിപ്പോവുകയാണ് ഇതൊക്കെ വായിക്കുമ്പോൾ. എന്നിട്ട് അവർ പറഞ്ഞു, തീർച്ചയായും അത്ഭുതകരമായ ഒരു ഖുർആൻ ഞങ്ങൾ കേട്ടിരിക്കുന്നു. അപ്പൊ ഇനി ഭൂതങ്ങൾ അല്ലെങ്കിൽ ജിന്നുകളുടെ മതം മാറ്റം, ജിന്നുകൾക്ക് അവരുടെ മതം മാറ്റം നടന്നുകൊണ്ടിരിക്കുക. കാരണം അവർ ഖുർആൻ കേട്ടു. രണ്ടാമത്തെ ആയത്ത്, അത് സന്മാർഗത്തിലേക്ക് വഴി കാണിക്കുന്നു, അതുകൊണ്ടാണ് ഞങ്ങൾ അതിൽ വിശ്വസിച്ചു. മേലിൽ ഞങ്ങളുടെ രക്ഷിതാവിനോട് ആരെയും ഞങ്ങൾ പങ്കു ചേർക്കുകയില്ല. അപ്പോ അവരുടെ കൺഫെഷൻ ആണ് കേട്ടോ. ഭൂതങ്ങള് കൺഫ്യൂസ് ചെയ്യുകയാണ്. അവര് പറയുകയാണ്, ഞങ്ങൾക്ക് സന്മാർഗം, ഭൂതങ്ങൾക്ക് സന്മാർഗം ഭൂതങ്ങൾ സന്മാർഗത്തിലേക്ക് വഴി കാണിക്കുന്ന മതമാണ്, പുസ്തകമാണ് ഖുർആൻ.
അതുകൊണ്ട് ഇനി ഞങ്ങളുടെ രക്ഷിതാവിനോട്, ആരാണ് ഭൂതങ്ങളുടെ രക്ഷിതാവ്? അല്ലാഹു അക്ബർ. അവനോട് ഇനി ഞങ്ങൾ പങ്കു ചേർക്കില്ല. അപ്പൊ ഭൂതങ്ങളുണ്ട്, ഭൂതങ്ങളുടെ രക്ഷിതാവുണ്ട്, ഭൂതങ്ങൾ ഖുറാൻ കേട്ടു, ഭൂതങ്ങൾക്ക് മനംമാറ്റം ഉണ്ടായി സന്മാർഗത്തിലേക്ക് വഴിതെളിക്കാൻ പോവുകയാണ്. 3-ാമത്തെ ആയത്ത്. നമ്മുടെ നാഥന്റെ മഹത്വം ഉന്നതമായിരിക്കുന്ന ഒരു സഹധർമ്മിണിയെയോ സന്താനത്തെയോ അവൻ സ്വീകരിച്ചിട്ടില്ല. നമ്മുടെ നാഥന്റെ മഹത്വം ഉന്നതമായിരിക്കുന്നു ഒരു സഹധർമ്മിണിയെയോ സന്താനത്തെയോ അവൻ സ്വീകരിച്ചിട്ടില്ല. ഈ സഹധർമ്മിണി എന്നൊക്കെ ഉള്ള ദിവന്മാരുടെ കുത്തിക്കയറ്റമാണ്. അവിടെ സാഹിബ എന്നാണ്. സാഹിബ എന്ന് പറഞ്ഞാൽ ഗേൾ ഫ്രണ്ട് അല്ലെങ്കിൽ കാമുകി. നമ്മുടെ നാഥന്റെ മഹത്വം ഉന്നതമായിരിക്കുന്നു. കാരണം എന്താ? പുള്ളിക്ക് ഗേൾ ഫ്രണ്ട് ഇല്ല. അതായത് ഒരു സ്ത്രീയുമായിട്ട് സമ്പർക്കം പുലർത്തിയാൽ അത് മോശമാണ്, അത് ഔന്നത്യമല്ല, അത് വളരെ ചീത്ത കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ മുഹമ്മദ് ഇത്രയും പെണ്ണുങ്ങളുടെ കൂടെ പോയത് അത് ഭയങ്കര മോശമല്ലേ? അള്ളാഹുവിന് ഗേൾ ഫ്രണ്ട് ഇല്ല, അള്ളാഹുവിന് ഗേൾ ഫ്രണ്ട് പാടില്ല, ഭയങ്കര മോശ കാര്യമാണത്. ഉന്നതനായ അവന് ഗേൾ ഫ്രണ്ടേ ഇല്ല. അതേസമയത്ത് തന്റെ പ്രിയപ്പെട്ട പ്രവാചകന് എണ്ണമില്ലാത്ത പെണ്ണുങ്ങൾ. ഒരു ഗേൾ ഫ്രണ്ടിനെ കൊടുക്കായിരുന്നില്ലേ മുഹമ്മദിന്? അള്ളാഹുവിന് വേണ്ടി ഒന്നിനെ കൊടുക്കാമായിരുന്നില്ലേ? ഓക്കെ, ഇനി കേട്ടോളൂ. ഇനി തുടങ്ങുകയാണ്. നമ്മുടെ കൂട്ടത്തിലുള്ള വിഡ്ഢികൾ അല്ലാഹുവിനെ കുറിച്ച് അതിരുവിട്ട് അസത്യം പറയാറുണ്ടായിരുന്നു. ഇതാരാ പറയണത്? ഇത് അള്ളാഹുവിന്റെ വചനാണോ? അള്ളാഹുവാണോ പറയുന്നത് നമ്മുടെ കൂട്ടത്തിലുള്ള വിഡ്ഢികൾ അള്ളാഹുവിനെ കുറിച്ച് അതിരുവിട്ട് അസത്യം പറയാറുണ്ടായിരുന്നു? ഇതാരാ പറയുന്നത്? ഇത് ജിന്ന് പറയുന്നതാണോ, മുഹമ്മദ് പറയുന്നതാണോ, അല്ല അള്ളാഹു പറയുന്നതാണോ? ഇതൊക്കെ അള്ളാഹു അറിയിക്കുന്നതല്ലേ. നമ്മുടെ കൂട്ടത്തിലുള്ള വിഡ്ഢികൾ അള്ളാഹുവിനെ കുറിച്ച് അതിരുവിട്ട് അസത്യം പറയാറുണ്ടായിരുന്നു. ജിന്നുകളും മനുഷ്യരും അള്ളാഹുവിനെ കുറിച്ച് കള്ളം പറയുകയില്ലെന്നായിരുന്നു ഞങ്ങൾ കരുതിയത്. മനുഷ്യരിൽപ്പെട്ട ചില ആളുകൾ ജിന്നുകളിൽപ്പെട്ട ചില ആളുകളോട് അഭയം തേടാറുണ്ടായിരുന്നു. അങ്ങനെ അവർക്ക് അഹന്ത വർദ്ധിപ്പിച്ചു. അതായത് മനുഷ്യര്, ഇവര് മുസ്ലിങ്ങളൊക്കെ പോയിട്ട് സിഹർ ചെയ്യുമല്ലോ. അപ്പൊ സിഹർ ചെയ്യാനായിട്ട് ഭൂതങ്ങളുടെ അടുത്ത് ചെല്ലുമായിരുന്നു. ഭൂതങ്ങളുടെ സഹായം തേടിക്കൊണ്ട് മുസ്ലിങ്ങൾ സിഹർ ചെയ്യാറുണ്ടായിരുന്നു. അപ്പോ ജിന്നിന് അഹന്ത വർദ്ധിച്ചു, ജിന്നുകൾക്ക് ഗമ കൂടി. അല്ലാഹു ആരെയും പുനരുജ്ജീവിപ്പിക്കുകയില്ലെന്ന് നിങ്ങൾ കരുതിയതുപോലെ അവരും കരുതിയിരുന്നു. ഇതാരാണ് ഈ അവര്, നിങ്ങള്? എന്തെങ്കിലും മനസ്സിലാകുന്നുണ്ടോ? ഞങ്ങൾ ആകാശത്തെ സ്പർശിച്ചു നോക്കി, അപ്പോൾ അത് ശക്തമായ പാറാവുകാരാലും തീജ്വാലകളായും നിറയ്ക്കപ്പെട്ടതായി ഞങ്ങൾ കണ്ടെത്തി. അപ്പൊ ജിന്നുകളാണ് ഇത് പറയുന്നതെല്ലാം. അപ്പൊ ഭൂതങ്ങൾ പോയിട്ട് ആകാശത്തെ തൊട്ടു നോക്കി, അത് ഒരു ശക്തമായ പാറാവുകാരാലും തീജ്വാലകളായും നിറയ്ക്കപ്പെട്ടതായി ഞങ്ങൾ കണ്ടെത്തി. ആഹാ, ആകാശത്തിലെ ചില ഇരിപ്പിടങ്ങളിൽ ഞങ്ങൾ കേൾക്കുവാൻ വേണ്ടി ഇരിക്കാറുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ആരെങ്കിലും ശ്രദ്ധിച്ചു കേൾക്കുകയാണെങ്കിൽ കാത്തിരിക്കുന്ന അഗ്നിജ്വാലയെ അവൻ കണ്ടെത്താനാകും. എന്ന് പറഞ്ഞാല് ജിന്നുകൾ പറയാണ്, അള്ളാഹുവിന്റെ അവിടുത്തെ കാര്യങ്ങള് ഒളിഞ്ഞു കേൾക്കാൻ വേണ്ടി ഞങ്ങൾ അവിടെ പോയിട്ട് അവിടെ ഇവിടെയും പോയിട്ട് ബെഞ്ചൊക്കെ ഉണ്ട്, അവിടെ പോയി ഇരിക്കുമായിരുന്നു. പക്ഷെ ഇനി ഇരിക്കാൻ പറ്റത്തില്ല. കാരണം ഇനി ആരെങ്കിലും ശ്രദ്ധിച്ച് കേൾക്കുക. അവിടെ അള്ളാഹു അവിടെ വലിയ മീറ്റിംഗ് ഒക്കെ നടത്തും. അവിടെ മലക്കുകളെയൊക്കെ വെച്ചിട്ട് മീറ്റിംഗ് ഒക്കെ നടത്തുമ്പോ അവര് പറയുന്നത് കേൾക്കാൻ, ഒളിഞ്ഞു കേൾക്കാൻ വേണ്ടി ഇവരവിടെ ചെന്നിരിക്കുമ്പോ അവിടെ തീജ്വാലകളും പാറാവുകാരെ നിറയ്ക്കപ്പെട്ട പരിപാടിയാണ് അവിടെ നടക്കുന്നത്. ഞങ്ങൾക്കിനി അവിടെ പോകാനായിട്ട് പറ്റില്ല എന്ന്. പക്ഷെ ഒരേ ഒരു പ്രശ്നമുണ്ട്. അവിടെ തീജ്വാലയാണെങ്കിൽ എന്ത്? ജിന്നുകളെ സൃഷ്ടിച്ചിരിക്കുന്നതും തീ കൊണ്ടല്ലേ, അഗ്നി കൊണ്ടാണല്ലോ ജിന്നുകൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ഇബ്ലീസും ജിന്നുകളിൽപ്പെട്ടവനാണ്. ഖുർആൻ 18:50. അവൻ ജിന്നുകളിൽപ്പെട്ടവനാണ്. അപ്പൊ ജിന്നുകളെ തീ കൊണ്ടാണ് സൃഷ്ടിച്ചതെന്ന് ഇബ്ലീസ് പറയുന്നുണ്ട്. അള്ളാഹു ആദാം നബിയെ സൃഷ്ടിച്ചിട്ട് മലക്കുകളോട് പറഞ്ഞു, നിങ്ങളെല്ലാം ഇയാളെ സുജൂദ് ചെയ്യാൻ, ആരാധിക്കാൻ.
അപ്പൊ ഇബിലീസ് മാറി നിന്നു. അവൻ പറഞ്ഞു, ഞാൻ മലക്കല്ല, ഞാൻ ജിന്നാണ്. ഞാൻ എന്നെ തീ കൊണ്ട് സൃഷ്ടിച്ചത്, ഈ മണ്ണ് കൊണ്ട് സൃഷ്ടിച്ച ഈ രൂപത്തെ ഞാൻ എന്തിനു വിട്ട് വണങ്ങണമെന്നും പറഞ്ഞ് ഇബിലീസ് മാറി നിന്നു. അപ്പോ ഈ തീ കൊണ്ട് സൃഷ്ടിച്ചവന് തീജ്വാല എന്തിനാ ഭയക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അള്ളാഹുവിനോട് ചോദിക്കാം. ഭൂമിയിലുള്ളവരുടെ കാര്യത്തിൽ തിന്മയാണോ ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്, അതല്ല അവരുടെ രക്ഷിതാവ് അവരെ നേർവഴിയിലാക്കാൻ ഉദ്ദേശിച്ചിരിക്കുകയാണോ എന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ. ഭൂതങ്ങൾ പറയുകയാണ്, ഭൂമിയിലുള്ളവരുടെ കാര്യത്തിൽ തിന്മയാണോ ഉദ്ദേശിച്ചത്, അതല്ല അവരെ നേർവഴിയിലാക്കാൻ ഉദ്ദേശിച്ചിരിക്കുകയാണോ എന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അതായത് അള്ളാഹു ഇവരെ നരകത്തിലേക്കാണോ സ്വർഗത്തിലേക്കാണോ എന്തിനു വേണ്ടിയാണ് ഉണ്ടാക്കി നയിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ഭൂതങ്ങൾക്കറിയില്ല. ഞങ്ങളാകട്ടെ ഞങ്ങളുടെ കൂട്ടത്തിൽ സദ്വൃത്തന്മാരുമുണ്ട്, അതിൽ താഴെയുള്ളവരും ഞങ്ങളുടെ കൂടെയുണ്ട്. ഞങ്ങൾ വിഭിന്ന വർഗങ്ങളായിരിക്കുന്നു. എന്ന് പറഞ്ഞാല് ഭൂതങ്ങൾക്കിടയില് സന്മാർഗികളുണ്ടെന്ന്. ഇതൊക്കെ എഴുതുന്ന ആളാരാണെന്ന് ആലോചിക്കണം. ഭ്രാന്തുള്ള മനുഷ്യനല്ലാണ്ട് ഇതൊക്കെ ഇങ്ങനത്തെ വൃത്തികേടെന്നല്ല പറയുന്നത്, ഭ്രാന്തത്തരങ്ങൾ എഴുതാൻ പറ്റും. ഭൂതങ്ങളെ പറ്റിയാണ് എഴുതുന്നത്. ഭൂതങ്ങളുടെ ദൈവമാണ് അള്ളാഹു. ഭൂതങ്ങൾക്ക് വിഭിന്ന വർഗങ്ങളുണ്ട്. ഭൂതങ്ങള് അള്ളാഹുവിന്റെ അവിടെ ഒളിഞ്ഞു കേൾക്കാൻ ചെല്ലുമ്പോൾ അവർക്ക് നല്ല അടി കിട്ടുന്നുണ്ട്. ഇപ്പൊ പോകാൻ പറ്റുന്നില്ല. ഞങ്ങളുടെ കൂടെയുള്ളതും സന്മാർഗത്തിലുള്ളവരുണ്ട്, പിന്നെ അതിൽ താഴെയുള്ളവരുണ്ട്, അല്പസന്മാർഗി. ഞങ്ങൾ വിഭിന്ന വർഗങ്ങളാണ്. അപ്പൊ ഭൂതങ്ങൾക്കിടയില് നല്ലവരുമുണ്ട്, ചീത്തയുമുണ്ട്. ഇതുകൊണ്ടാണ് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നത് ഈ ഭൂതഗണങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ പിശാചുക്കളുടെ ഇടയിൽ നല്ല പിശാചുമുണ്ട്, ചീത്ത പിശാചുമുണ്ടെന്ന്. ഈ മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നതിന്റെ കാര്യം ഇത്തരം വട്ടുകേസുകളാണ്, വട്ടുകേസായിട്ടുള്ള ആയത്തുകളാണ്. 12ാമത്തെ കാര്യം, ഭൂമിയിൽ വെച്ച് അള്ളാഹുവെ ഞങ്ങൾക്ക് തോൽപ്പിക്കാനാവില്ല എന്നും ഓടി മാറിയിട്ട് അവനെ തോൽപ്പിക്കാനാവില്ലെന്നും ഞങ്ങൾ ധരിച്ചിരിക്കുന്നു. ആഹാ, ഇവര് അള്ളാഹുവിനെ തോൽപ്പിക്കാൻ വന്നവരാണ്, പക്ഷെ ഭൂമിയിൽ വെച്ച് തോൽപ്പിക്കാൻ പറ്റില്ല. ഇനി ആകാശത്തെങ്ങാനും പോയിട്ട് തോൽപ്പിക്കാൻ പറ്റുമോ എന്നിനി നോക്കുമായിരിക്കും ഇവര്. 13, സന്മാർഗം കേട്ടപ്പോൾ ഞങ്ങൾ അതിൽ വിശ്വസിച്ചിരിക്കുന്നു. ആഹാ, ഖുറാനെ സന്മാർഗം. ആളുകളുടെ കഴുത്ത് വെട്ടാനും പിരടിക്ക് വെട്ടാനും കൈകാലുകൾ വെട്ടിക്കളയാനും പറയുന്ന കാര്യങ്ങളൊക്കെ വായിച്ചപ്പോ ഭൂതങ്ങൾക്ക് നന്നായി ബോധിച്ചു. അതാണ് സന്മാർഗം. അപ്പോൾ യാതൊരുത്തൻ തന്റെ രക്ഷിതാവിന് വിശ്വസിക്കുന്നുവോ അവന് യാതൊരു അനീതിയും ഭയപ്പെടേണ്ടി വരികയില്ല. അപ്പൊ ഭൂതങ്ങൾക്ക് കാര്യം മനസ്സിലായി. ഞങ്ങളുടെ ഇഷ്ടം നിന്റെ ഇഷ്ടം. അള്ളാഹുവിന് എന്താണ് ഇഷ്ടം? മനുഷ്യന്മാരുടെ രക്തം ചൊരിക്കുക. അത് ഇവർക്കും ഇഷ്ടം. അപ്പോ രണ്ടുപേരും സമമായിട്ട് മുമ്പോട്ട് പോകാം. 14, ഞങ്ങളുടെ കൂട്ടത്തിൽ കീഴ്പ്പെട്ട് ജീവിക്കുന്നവരുണ്ട്, അനീതി പ്രവർത്തിക്കുന്നവരും ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. എന്നാൽ ആർ കീഴ്പ്പെട്ടിരിക്കുന്നുവോ അത്തരക്കാർ സന്മാർഗം അവലംബിച്ചിരിക്കുന്നു. ഭൂതങ്ങളെ ഭൂതങ്ങൾക്ക് സന്മാർഗം ഉണ്ടെന്ന് പറയുന്ന പുസ്തകമാണ് ഈ ഖുർആൻ. ഇതെഴുതിയ ആൾക്ക് ബുദ്ധി എവിടെയാണെന്ന് ദൈവത്തിന് മാത്രം അറിയാം. ഞങ്ങളുടെ കൂട്ടത്തിൽ കീഴ്പ്പെട്ട് ജീവിക്കുന്നവരുണ്ട് എന്ന് പറഞ്ഞാല് അന്ന മിന്നൽ മുസ്ലിമുന്ന വ മിന്നൽ കാസി എന്നൊക്കെ പറഞ്ഞിട്ട്, അതായത് മുസ്ലിം ആയിട്ട് ജീവിക്കുന്നവരുണ്ടെന്ന്. ഭൂതങ്ങളെ, പിശാചുക്കളെ, മുസ്ലിം പിശാചുക്കളുണ്ട് പോലും. അവരുടെ ഇടയില് മുസ്ലിം ആയിട്ടുള്ളവരും ഉണ്ട്, മുസ്ലിം അല്ലാത്തവരുമുണ്ട്. അപ്പോ ആരാണോ മുസ്ലിമുകൾക്കെല്ലാം അവരെല്ലാം സന്മാർഗം, അവരെല്ലാം ജന്നയിൽ പോകാനായിട്ട്. അവർക്കും ഇനി 72 ഹൂരിമാരൊക്കെ ഉണ്ടോന്ന് അറിയില്ല. പറഞ്ഞോളൂ. ഈ പിശാചുക്കൾക്കിടയിലും ഈ സംഖ്യയും യഹൂദനൊക്കെ ഉണ്ടല്ലേ? പക്ഷേ അതിലുള്ള മുസ്ലിങ്ങൾക്കെല്ലാം ജന്നയിൽ പോയാൽ ഹൂറികളെയൊക്കെ കിട്ടുമോ എന്നാണ് ഇനി നോക്കാനുള്ളത്. 15, അനീതി പ്രവർത്തിച്ചവരാകട്ടെ നരകത്തിലുള്ള വിറകായി തീരുന്നതാണ്. ആഹാ, അപ്പോ ഇവരെ സൃഷ്ടിച്ചിരിക്കുന്നത് തന്നെ അഗ്നി കൊണ്ടാണ്. അപ്പൊ ഇവര് നരകത്തിൽ ചെന്ന് കഴിഞ്ഞാൽ തീ വെക്കാനായിട്ടായിരിക്കും അല്ലെ? അപ്പൊ അവിടുത്തെ വിറകിനൊക്കെ തീ കൊളുത്തണ്ടേ? അപ്പൊ അവിടെ ഈ ലൈറ്ററും മാച്ച് ബോക്സ് ഒന്നും ഉണ്ടാവില്ല. അപ്പൊ ഇവന്മാരെ ഒരുത്തിനെ അങ്ങോട്ട് വെച്ചാൽ മതി. അപ്പോ അനീതി പ്രവർത്തിച്ച പിശാചുക്കളെ നരകത്തിൽ കൊണ്ടുപോയിട്ട് തീ കൊളുത്താൻ ഉപയോഗിക്കുമായിരിക്കും അള്ളാഹു. പിന്നെ അവർ ഇസ്ലാമിൽ നേരെ നിലകൊള്ളുകയാണെങ്കിൽ നാം അവർക്ക് ധാരാളമായി കുടിക്കാൻ വെള്ളം കൊടുക്കുന്നതാണ്. ഇസ്ലാമായി നിൽക്കുന്നവരാണെങ്കിൽ
അതായത് പിശാചുക്കള് ഇസ്ലാമായിട്ട് നിലകൊള്ളുകയാണെങ്കിൽ, അവർ നേരെ നിലകൊള്ളുകയാണെങ്കിൽ എന്ന് പറഞ്ഞാല് ക്രിസ്ത്യാനികളുടെ അടുത്ത് പോവുകയോ മറ്റാരുടെ അടുത്തും പോകാതെ അവര് നേർമാർഗത്തിൽ നിലകൊള്ളുകയാണെങ്കിൽ അള്ളാഹു എന്ത് ചെയ്യും? ധാരാളം വെള്ളം കുടിക്കാൻ കൊടുക്കുന്നു. എന്ത് പറയുന്നു ബോൺ ബ്രദറെ? എന്നെ പറയരുത്. ഇതൊക്കെ വിശ്വസിച്ച് ജീവിക്കുന്നവന്മാരുണ്ടെന്ന് ഓർത്തിട്ട് സഹതാപമാ. ആ ആ അതെ, ഇവരെ ഉണ്ടാക്കിയിരിക്കുന്ന അഗ്നി കൊണ്ടാണ്. അവർക്ക് വെള്ളം കുടിച്ചാൽ എന്ത് സംഭവിക്കും? എനിക്കറിയത്തില്ല. ഇത് എഴുതുമ്പോ എന്നൊക്കെ ആലോചിക്കണ്ടേ? കുറെ കാലം കഴിയുമ്പം ഒരു സ്ത്രീ ഇരുന്നോണ്ട് ഇതൊക്കെ വായിച്ച് ക്ലബ് ഹൗസിൽ വായിച്ചിട്ട് മനുഷ്യന്മാരെല്ലാം കേട്ട് ചിരിക്കുന്നെങ്കിലും ഒന്ന് ചിന്തിക്കായിരുന്നില്ലേ അള്ളാഹുവേ? ലീസിസ്റ്റർ ഈ ഇസ്ലാമായിട്ട് കളിയാക്കുന്നതൊക്കെ നിൽക്ക അള്ളാഹു 50,000 വർഷം മുമ്പ് എഴുതി വെച്ചിട്ടുണ്ട്. ലീസിസ്റ്റർ ഇങ്ങനെ കളിയാക്കൂന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ അള്ളാഹുവിന് അറിയായിരുന്നല്ലോ ഇങ്ങനെ ഒരു ക്ലബ് ഹൗസ് ഉണ്ടാകുമോ, അവിടെ ഒരു സ്ത്രീ വന്നിരുന്നുകൊണ്ട് ഈ രീതിയിൽ എന്നെ കളിയാക്കും എന്ന് അള്ളാഹു എഴുതി വെച്ചു. അള്ളാഹു അറിയാതെ ഒരു കാര്യം നടക്കില്ലല്ലോ. അപ്പൊ ഞാൻ എന്റെ മുസ്ലിം സുഹൃത്തുക്കളോട് ചോദിക്കുകയാണ്, 16-ാമത്തെ വചനത്തിൽ പറയുന്നു ഇസ്ലാമായിട്ട് ഭൂതങ്ങള്, അതായത് ജിന്നുകളെല്ലാം ഇസ്ലാമായിട്ട് നിലനിൽക്കുകയാണെങ്കിൽ അവർക്ക് ധാരാളം വെള്ളം കുടിക്കാൻ കൊടുക്കുമെന്ന് അള്ളാഹു പറഞ്ഞിരിക്കുന്നു. ഈ അഗ്നി കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ജിന്നുകൾക്ക് വെള്ളം കൊടുത്താൽ എന്ത് സംഭവിക്കുന്നു നിങ്ങൾ തന്നെ ഒന്ന് പറയൂ. അതാ ഞാൻ പറഞ്ഞത്, വട്ട് പിടിച്ച് 2 പേരാണ് മുഹമ്മദും അള്ളാഹു, 2 പേർക്കും വട്ടാണ്. അത് കൊണ്ടുവന്ന് കൊടുത്തെന്ന് സിസ്റ്ററെ പറയുന്ന സ്വർഗത്തില് സ്റ്റീം എഞ്ചിൻ ഓടിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. സ്വർഗത്തില് ഹൂറിമാരുടെ അടുത്ത് സ്റ്റീം എഞ്ചിൻ ഓടിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. കാരണം അഗ്നി കൊണ്ട് ജിന്നുകളെ ഉണ്ടാക്കിയിട്ട് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ സ്റ്റീം ഉണ്ടാകുമല്ലോ. അവന്മാര് സ്റ്റീം ആ എഞ്ചിൻ ഓടിക്കാൻ വല്ലതും ആയിരിക്കും. ഓഹോ ഓഹോ, പക്ഷെ ഇത് നരകത്തിലല്ലേ? അല്ല, സോറി 17, അതിലൂടെ നാം അവരെ പരീക്ഷിക്കുവാൻ വേണ്ടി അത്രേ അത്. വെള്ളം കൊടുക്കുന്നത് അവരെ പരീക്ഷിക്കാൻ വേണ്ടിയാണെന്ന്. അത് ശരിയാകുന്ന എങ്ങനെയാ? വെള്ളം കൊടുത്തു റെഫറൻസ് കഴിഞ്ഞാല് ഒന്നുകൂടെ, റെഫറൻസ് നമ്പർ ഒന്നുകൂടെ പറഞ്ഞോ. മക്മലിനെ ഗുരു പൊട്ടുന്നുണ്ട്. നുണ മക്മൽ പറയുന്നത് ഇതെല്ലാം വായിക്കുകയാണെങ്കിൽ നോണ, അള്ളാഹ് പറയുന്നതെല്ലാം നോണ. 72-ാമത്തെ സൂറ 72, 16, 17. അല്ല ലീസിസ്റ്റർ ഒരു കാര്യം ഇതിന്റെ പറഞ്ഞേക്കാം. പേര് മക്മലെ ജിന്നെന്നാണ്. ഇതെല്ലാം നോണയും വിവരക്കേടുകളാണെന്ന് മക്മലെ ഞങ്ങൾ പറയുന്നത്. അത് നിങ്ങൾ വായിക്കുന്നേ ഉള്ളൂ. നീ പറഞ്ഞ കറക്റ്റാ. നുണ വായിക്കുകയാണെങ്കിൽ വട്ടുപിടിച്ചവൻ, നുണ തന്നെയാ. ഞാൻ പറയുന്നത് വട്ടുപിടിച്ചവൻ എഴുതിയതാണിത്. വിവരക്കേടുവാ. മുസ്ലിങ്ങൾക്കെല്ലാം വട്ടാണ്. കാരണം ഇവരുടെ നേതാവ് വട്ടുപിടിച്ച് എഴുതിയതിൽ നിങ്ങൾ വിശ്വസിക്കുകയല്ലേ? 16 ആ മാർഗത്തിൽ ബ്രാക്കറ്റിൽ ഇസ്ലാമിൽ അവർ എന്ന് പറഞ്ഞാൽ ജിന്നുകൾ നേരെ നിലകൊള്ളുകയാണെങ്കിൽ നാം അവർക്ക് ധാരാളമായി വെള്ളം കുടിക്കാൻ കൊടുക്കുന്നതാണ്. അപ്പൊ ജിന്നുകള് മുസ്ലിമായിട്ട് നേരെ നിവർന്ന് നിലനിന്ന് കൊണ്ടാൽ അവർക്ക് കിട്ടുന്ന പ്രതിഫലമാണ് വെള്ളം. അവർക്ക് വെള്ളം കിട്ടാതെ ടാങ്ക് എല്ലാം കാലിയായിട്ട് ഇരിക്കുകയായിരുന്നു കുറെ കാലം. അവർക്ക് കുടിക്കാൻ വെള്ളം കൊടുക്കുന്ന അള്ളാഹു. അതിലൂടെ നാം അവരെ പരീക്ഷിക്കുവാൻ വേണ്ടി അത്രേ അത്. എന്തോ എല്ലാവരും സോഡ കൊടുക്കായിരുന്നു വെള്ളത്തില്. അല്ല, ഞാൻ ഓർത്തു വല്ല വോഡ്കയോ ബീറോ എന്തെങ്കിലുമൊക്കെ കൊടുക്കുകയാണെന്ന് പറഞ്ഞ് ഒരല്പം ഒരു മാന്യത, പച്ചവെള്ളം കൊടുക്കുമെന്ന്. അത് ഈ മരുഭൂമി കിട്ടാത്തൊരു സാധനം ആയതുകൊണ്ടായിരിക്കും. ഓക്കെ, അത് വെച്ചിട്ട് നാം അവരെ പരീക്ഷിക്കുകയാണെന്ന് അടുത്ത് പറയുന്നത്. അതിലെന്താ പരീക്ഷണം? അവര് നേർമാർഗത്തിൽ നിലനിൽക്കുകയാണെങ്കിൽ പച്ചവെള്ളം കൊടുക്കാന്ന് പറഞ്ഞിട്ട് പിന്നെ പറയാണ്, അതുകൊണ്ട് നാം അവരെ പരീക്ഷിക്കുവാൻ വേണ്ടിയത്രേ അത്. തന്റെ രക്ഷിതാവിന്റെ ഉദ്ബോധനത്തെ വിട്ട് ആർ തിരിഞ്ഞു കളയുന്നുവോ അവൻ പ്രയാസകരമായ ശിക്ഷയിൽ പ്രവേശിക്കുന്നതാണ് എന്ന് പറഞ്ഞാല്, ഈ വെള്ളം കുടിച്ചു കഴിഞ്ഞിട്ട് അവൻ അവന്റെ പണിക്ക് പോയി കഴിഞ്ഞാൽ അള്ളാഹു പിടിച്ച് ശിക്ഷിക്കുമെന്ന്. നീ ഉണ്ട് കേട്ടോ വരുന്നു. പള്ളികൾ അള്ളാഹുവിനുള്ളതാകുന്നു, അതിനാൽ നിങ്ങൾ അള്ളാഹുവോടൊപ്പം ആരെയും വിളിച്ച് പ്രാർത്ഥിക്കരുത് എന്നും അള്ളാഹുവിന്റെ ദാസൻ അവനോട് പ്രാർത്ഥിക്കുവാനായി എഴുന്നേറ്റ് നിന്നപ്പോൾ അവർ അദ്ദേഹത്തിന് ചുറ്റും തിങ്ങിക്കൂടുവാൻ ഒരുങ്ങിയെന്നും
ഞാൻ എന്റെ രക്ഷിതാവിനെ മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കുകയുള്ളൂ. അവനോട് യാതൊരാളെയും ഞാൻ പങ്കുചേർക്കുകയില്ല. ഈ 18 മുതൽ 19 മുതൽ 20 വരെ 21 പറയുക, നിങ്ങൾ ഉപദ്രവം ചെയ്യുകയോ എന്നതോ നേർമാർഗത്തിലാക്കുക എന്നതോ എന്റെ അധീനതയിലല്ല. എന്ന് പറഞ്ഞാല് മുഹമ്മദ് പ്രാർത്ഥിക്കാൻ എഴുന്നേറ്റ് നിന്നപ്പം ഈ ഭൂതങ്ങള് എല്ലാം കൂടി വന്നിട്ട് തിങ്ങി കൂട്ടി മുഹമ്മദിന് ചുറ്റും തിങ്ങി കൂടി വന്നു. എന്നിട്ട് മുഹമ്മദ് പറയുകയാണ്, എന്റെ രക്ഷിതാവിനെ മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടുള്ളൂ, വേറെ ആരെയും പങ്കു ചേർക്കരുത്. ആരോടാ പറയുന്നത്? ജിന്നുകളോട്, ഭൂതങ്ങളോട്. അപ്പൊ ഭൂതങ്ങളെല്ലാം മുഹമ്മദിന് ചുറ്റും തിങ്ങിക്കൂടി വന്നു. എന്നിട്ട് എല്ലാരും കൂടിയിട്ട് എന്താ ചെയ്യുന്നത്? 21 പറഞ്ഞത്, നിങ്ങൾക്ക് ഉപദ്രവം ചെയ്യുക എന്നതോ നേർമാർഗത്തിലാക്കുക എന്നതോ എന്റെ അധീനതയിലല്ല എന്ന്. അതായത് നിങ്ങള് അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിച്ചോ, കൂടൊന്നും ചേർക്കരുത്, നിങ്ങളെ അള്ളാഹു രക്ഷിച്ചോളും, നിങ്ങൾക്ക് വെള്ളം തരും, പിന്നെ നിങ്ങളെ എന്താണെന്ന് വെച്ചാ അള്ളാഹു ചെയ്യും. ഇതിലൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകുന്ന എന്താ സഹോദരന്മാരെ? സിഹർ ബാധിച്ച മനുഷ്യനല്ല ഇയാള്. ഇത് അള്ളാഹുവിന്റെ ഒരു സൂറയാണ്. പിശാചുകൾക്ക് മാനസാന്തരം ഉണ്ടായി, പിശാചുക്കള് മുസ്ലിമായി. എന്നിട്ട് മുഹമ്മദ് നിസ്കരിക്കാൻ ചെന്നപ്പം മുഹമ്മദിന് ചുറ്റും പിശാചുക്കള്, ഭൂതങ്ങളെല്ലാം ചുറ്റിക്കൂടിയിട്ട് അവർക്കെല്ലാം മുസ്ലിം ആകണമെന്ന്. 22 പറയുക, അള്ളാഹുവിൽ നിന്ന് ഒരാളും എനിക്ക് അഭയം നൽകുകയേ ഇല്ല, തീർച്ച അവന് പുറമെ അഭയസ്ഥാനം ഞാൻ ഒരിക്കലും കണ്ടെത്തുകയില്ല. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ തന്നെ അങ്ങ് ആരാധിച്ചുകൊണ്ടിരിക്കാനായിട്ട് പറയുകയാണ്. അള്ളാഹുവിൽ നിന്നുള്ള പ്രബോധനവും അവന്റെ സന്ദേശങ്ങളും ഒഴികെ മറ്റൊന്നും എന്റെ അധീനതയിലില്ല. വല്ലവരും അള്ളാഹുവിനെയും അവന്റെ ദൂതനെയും ധിക്കരിക്കുന്ന പക്ഷം തീർച്ചയായും അവനുള്ളതാണ് നരകാഗ്നി. നരകാഗ്നി അവർക്കുള്ളതാണെങ്കിൽ ഇവർക്ക് അവിടെ നല്ല സുഖമായിരിക്കില്ല. ഇവരെല്ലാം അഗ്നി കൊണ്ടുണ്ടാക്കിയിരിക്കുന്നല്ലേ. വിറവിന് തീ പിടിക്കാനായിട്ട് ഇവരെ ഉപയോഗിക്കാമല്ലോ അള്ളാഹുവിനവിടെ. അങ്ങനെ പോകുന്നു കാര്യങ്ങൾ. അപ്പോ ഭൂതങ്ങൾക്ക് മാനസാന്തരം ഉണ്ടായി, അവര് മുസ്ലിമായിട്ട് തുടർന്ന് അവർക്ക് പച്ചവെള്ളം കുടിക്കാൻ കൊടുക്കും. മുഹമ്മദ് പ്രാർത്ഥിക്കാൻ എഴുന്നേറ്റപ്പം പിശാചുക്കളെല്ലാം, ഭൂതങ്ങളെല്ലാം കൂടി വന്ന് ഇയാളെ തിക്കി തിരക്കി, ഞങ്ങൾക്ക് മുസ്ലിം ആക്കണം, ഞങ്ങൾക്ക് മുസ്ലിം കാണണം, ഞങ്ങൾക്കും ചെന്നൈയിൽ പോകണം, ഞങ്ങൾക്കും അവിടെ പെണ്ണുങ്ങളെ വേണം എന്നൊക്കെ പറയാൻ തുടങ്ങിയപ്പോ, അയ്യോ അതൊന്നും എന്റെ അധീനതയിലുള്ളതല്ല, അതൊക്കെ നിങ്ങൾ അള്ളാഹുവിനോട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് ഇയാൾ കൈയൊഴിയുന്നു. പക്ഷേ സംഗതി എങ്ങനെയുണ്ട് സഹോദരന്മാരെ? ഇതാണ് ഈ വട്ടുകേസിന്റെ അങ്ങേയറ്റെന്ന് പറയുന്നത്. പിശാചുക്കളെ പിടിച്ച് മുസ്ലിമായി. ഇത് ലോകത്തിൽ മനുഷ്യന്മാരൊന്നും മിച്ചം കിട്ടാഞ്ഞത് കൊണ്ടാണ് ഇനി ഭൂതങ്ങൾ പിടിച്ച് മുസ്ലിമാക്കിയത്. ഭൂതങ്ങളെ പിടിച്ച് മുസ്ലിമാക്കുക അല്ല, മനുഷ്യന്റെ മനസ്സിന്റെ ഗതിയൊന്നും നോക്കണേ. ഈ സിഹർ പിടിക്കുന്നതിനൊരു അളവൊക്കെ ഇല്ലേ? ഇത് അതുക്കും മേലെ സിഹർ, ഭ്രാന്ത്. അപ്പൊ ഇവരെയൊക്കെ പിൻപറ്റുന്ന ഈ ഇങ്ങനെയുള്ള ഒരു പ്രവാചകൻ എന്ന് പറയുന്ന ആളെ പിൻപറ്റുന്നവർക്ക് പിന്നെ മനസ്സിൽ ഇവർക്കൊക്കെ എന്താ ബ്രദറെ നോർമൽ ആയി ഇരിക്കാൻ സാധ്യതയുണ്ടോ? ക്യാൻ ദേ എവർ ബി നോർമൽ? ക്യാൻ ദേ തിങ്ക് നോർമൽ? അവർക്ക് നോർമലായിട്ട് ചിന്തിക്കാൻ കഴിയുമോ? ഇത്തരം അന്ധവിശ്വാസങ്ങളും ഈ ഭൂതപ്രേത വിശ്വാസങ്ങളും അവരെ കൂടി ദാവ ചെയ്യാനായിട്ടൊക്കെയല്ലേ ഇവർ ശ്രമിക്കുക. ഇതൊക്കെയല്ലേ വട്ട് എന്ന് പറയുന്നത്. നോർമൽ ബ്രെയിൻ ഇവർക്കുണ്ടോ? ചിന്തിക്കാനുള്ള ശക്തി ഇവർക്ക് ഉണ്ടാകുമോ? അതാണ് 2 കൊരിന്ത്യർ 4:4 പറയുന്നത്, ദ ഗോഡ് ഓഫ് ദിസ് വേൾഡ് ഹാസ് ബ്ലൈൻഡഡ് ദ ഐസ് ഓഫ് ദ അൺബിലീവേഴ്സ്. ഈ ലോകത്തിന്റെ പ്രഭു പിശാചെന്നവൻ ഇവരുടെ കണ്ണുകളെ കുരുടാക്കിയിരിക്കുകയാണ്. ഈ കുരുടാക്കിയിരിക്കുന്ന കണ്ണുകളിൽ കൂടി ഇവർക്ക് ഇതെല്ലാം നല്ലതായിട്ട് തോന്നും, തിന്മയെല്ലാം നന്നായിട്ട് തോന്നും, കൊച്ചു ശിശുക്കളെ വരെ ഭോഗിക്കുന്നത് നന്മയായിട്ട് തോന്നും. എല്ലാം അവർക്ക് കൊള്ള, കൊല, കഴുത്തുവെട്ടൽ, കൈവെട്ടൽ, ഇതൊക്കെ നന്മയായിട്ട് ഇവർക്ക് തോന്നുന്നത് എന്തുകൊണ്ടാണ്? ഇവരുടെ തല തിരിഞ്ഞിരിക്കുന്നത് കൊണ്ടാണ്. നസ്രീൻ ബദർ സംസാരിച്ചോളൂ. ആരാണ് ഫ്രീ? സംസാരിച്ചോളൂ. ബോൺ ബ്രദർ, വാട്ട് ഈസ് യുവർ റെസ്പോൺസ്?
സിസ്റ്ററെ നമ്മുടെ ഒരു മക്മൽ താഴെപ്പെട്ടു. മക്മൽ ഒന്ന് വലിച്ച് മേളിൽ കയറ്റാവോ? മക്മലിന് എന്താ പറയാനുള്ളത്? എന്തെങ്കിലും ഇതിനെപ്പറ്റി പറയാനുണ്ടോ? ഈ ചാപ്റ്ററിനെ മക്മൽ പറ്റി കുറച്ച് പെയിന്റ് സംസാരിക്കാനാണെങ്കിൽ അടിക്കാൻ മുകളിലേക്ക് വാ. മക്മലിന് പെയിന്റ് അടിക്കാൻ അവസരം തരുന്നതാണ്. മേളിൽ കയറാൻ. മക്കമ്മല് വന്ന് പറഞ്ഞതാ, തീ കൊണ്ട് സൃഷ്ടിച്ചവരെ അവർക്ക് തീ കൊണ്ട് എന്താ ആപത്താ സംഭവിക്കുക? വന്ന് പറയേ. അവന് ശാസ്ത്രം പഠിപ്പിച്ചതാ. വാ, കേറി വാ. വിളിക്ക് പോണ്ടത്രേ. മക്മേൽ വന്നിട്ട് നമ്മളെ പഠിപ്പിക്കും. തീ കൊണ്ട് സിസ്റ്റർ സൃഷ്ടിക്കപ്പെട്ടവരെ അവര് എന്നത് മോഴായിക്കേ. ആ എന്നത് ഓ സോറി. ആക്ക. ഓക്കെ, മക്മൽ കയറി വാ. ഞാൻ വെയിറ്റ് ചെയ്തിട്ടുണ്ടോ? ലീ സിസ്റ്റർ പറഞ്ഞ കള്ളം എന്തുവാ എന്ന് പറ. കയറി വാ. ചുമ്മാ ചാറ്റ് ബോക്സിൽ നിന്ന് കയറിയാൽ മേലോട്ട് കയറി വാ. ഈ പറഞ്ഞൊക്കെ തെറ്റാണ് എന്ന് ഹലോ മക്മൽ പറ. ആ മക്മൽ തീ കൊണ്ട് സൃഷ്ടിച്ച ആളെ തീ കൊണ്ട് ശിക്ഷിക്കൽ എങ്ങനെയാന്നല്ലേ ലീ സിസ്റ്റർ ചോദിക്കുന്നത്? ലീ സിസ്റ്റർ ഒരു മിനിറ്റ്. ലീ സിസ്റ്റർ ചോദ്യം ഞാൻ പല കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അല്ല ലീ നിങ്ങളൊന്ന് സിസ്റ്റർ വിവരിച്ചതാ. ഇത് ഒരു ലീ മിനിറ്റ് സിസ്റ്റർ മക്മലെ, ഒരു മിനിറ്റ് പറയുന്നൊന്ന് കേക്ക്. ചെവി ഒന്ന് തുറക്ക ആദ്യം. ജിന്ന് ഭൂതങ്ങൾ 72-ാം അധ്യായം. നീ ആദ്യം ഞാൻ പറഞ്ഞതുപോലെ ഓരോരോ ആയത്ത് വായിച്ചിട്ട് എന്റെ അർത്ഥം പറഞ്ഞത് ഒന്ന് കേക്കട്ടെ. നല്ല അറിവുള്ള ആളല്ലേ, പറയട്ടെ. അല്ല, ലീ സിസ്റ്റർ പുള്ളി പറഞ്ഞ ലീ കള്ളം വായിക്കുവാണ്. ലീ വായിക്കുന്നത് കള്ളമാണെന്ന് പറഞ്ഞു. അത് ഏത് കള്ളമാണെന്ന് പുള്ളി വായിക്കും. മക്മൽ ഇപ്പൊ വായിക്കും. ഖുറാൻ ആയത്ത് ലീ വായിക്കാൻ പോവാ. സിസ്റ്റർ മക്മൽ ഖുറാൻ എടുത്തു. ലീ സിസ്റ്റർ എന്നെ വിളിച്ചത് മക്മലെ ഖുറാൻ എടുക്കൂ. ഖുറാൻ ലീ എടുത്ത് സിസ്റ്റർ വായിക്കൂ പ്ലീസ്. ലീ ഇതെല്ലാം സിസ്റ്റർ വൃത്തികേടാണ്. ഞങ്ങൾ വായിക്കുന്നതെല്ലാം വൃത്തികേടാണ്, നുണയാണ്, പച്ച നുണയാണെന്ന് മക്മൽ എഴുതി വെക്കുമ്പോൾ ഖുറാൻ എടുത്തിട്ട് താങ്കളൊന്ന് വായിച്ചേ. ലീ സിസ്റ്റർ വായിച്ച തെറ്റാണെങ്കിൽ മക്മൽ എടുത്ത് ഞാൻ വായിച്ചേ. കയറി വന്നത് ലീ സിസ്റ്റർ വിളിച്ചിട്ട് അല്ല, വന്നാണ്. നസ്യം പറയാ 9-ാം മിനിറ്റില് 9 ഇത് വായിക്കാൻ മിനിറ്റ് എന്താ അല്ല, ബുദ്ധിമുട്ട്? വിഷയം അതല്ലല്ലോ. തീ കൊണ്ട് സൃഷ്ടിച്ച ആളെ അല്ല, എങ്ങനെ മക്മല് നരകത്തിൽ 9 മിനിറ്റ് ശിക്ഷിക്കണം? മുമ്പ് 9 മിനിറ്റ് മുമ്പ് ചാറ്റ് ബോക്സ് നോക്കിയാൽ മതി. മക്മല് ചാറ്റ് 10 മിനിറ്റ് മുമ്പ് ഇട്ടിട്ടുണ്ട്. വായിക്കാൻ അതൊക്കെ നുണയാണ്. ശരിയാ, നുണ ഞാനത് വായിക്കുകയാണെങ്കിൽ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ അത് പറയുന്നില്ലല്ലോ. നുണയാണ്. ബോണ്ടേ വെറുതെ എന്തിനാ വാള് വരുന്നത്? ഞാനത് പറഞ്ഞിട്ടുണ്ട്. ആ അല്ലല്ല, പറഞ്ഞ നുണ എന്താണ് അല്ല, മക്മലെ? അത് പറയാ അതിന് ലീ സിസ്റ്റർ മുമ്പ് പറഞ്ഞ നുണ എന്താണെന്ന് അത് പറഞ്ഞേ. പറയൂ. ഇത് കഴിഞ്ഞിട്ട് ഇതിനെ ആദ്യം എന്താണ് ലീ ചോദിച്ചത്. സിസ്റ്റർ പറഞ്ഞ നുണ എന്താണെന്ന് പറയൂ. ഇതാ താങ്കൾ എന്തിനാ അത് എഴുതിയത്? ഒത്തിരി നുണകൾ ലീ സിസ്റ്റർ ഏതാ പറഞ്ഞിട്ടുണ്ട്. ഏതാ ഒന്നാമത്തേത്? ഒരു നുണ തുടങ്ങിക്കോ. ഒന്നല്ല, ഒത്തിരി നുണകൾ പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തെ നുണ പറ. നുണകളുടെ കൂട്ടമാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തേത്, ഫസ്റ്റ് വൺ. ഓക്കെ. ആ ഓ കൂട്ടത്തിൽ നിന്ന് ഒന്ന് പറ. അല്ല, അത് പറയാം. അതിന്റെ മുമ്പ് ഇല്ല, ഞാനിപ്പോ അതാണ് തീ കൊണ്ട് ഒന്നാമത്തെ നുണ സൃഷ്ടിച്ച പറയൂ സഹോദര. അത് കഴിഞ്ഞിട്ട് മുന്നിലോട്ട് പോവാം. ഒന്നാമത്തെ നുണ പറയൂ പ്ലീസ്. നുണ ഒന്ന്, തീ കൊണ്ട് സൃഷ്ടിച്ച ആളെ തീ കൊണ്ട് ശിക്ഷിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. ആര്? ലീ സിസ്റ്റർ. എന്ത്? ലീ സിസ്റ്റർ പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ടില്ലേ ലീ സിസ്റ്റർ? വിളിക്ക് സിസ്റ്റർ, ഏതായത്തിന്റെ ഏത് സിസ്റ്റർ ഭാഗമാ? വിളിക്ക്, സിസ്റ്റർ വിളിക്ക്, ഏതായത്തിന്റെ ഏത് ഭാഗമാ സിസ്റ്റർ മക്മലെ? വിളിക്ക്. അവിടെ സാക്ഷി മക്മലെ, പറയട്ടെ. ഏതായത്തിന്റെ ഏത് സിസ്റ്റർ വിളിക്കൂ. ഭാഗമാണ്? സിസ്റ്റർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഇല്ലേ? സാക്ഷി പറയട്ടെ. സിസ്റ്റർ ഇവിടെ ഉണ്ടെന്ന്. ഏതായത്തിന്റെ ഏത് സിസ്റ്റർ മൈക്ക് ഭാഗമാണെന്ന് എടുത്ത് പറ. പറയേ. മക്മൽ ലീ കേട്ടായിരുന്നോ? സിസ്റ്റർ മൈക്ക് എടുത്ത് പറയാം അങ്ങനെ പറഞ്ഞോ ഇല്ലേന്ന്. മക്മൽ കേട്ടായിരുന്നോ? ഏതായത്തിന്റെ ഏത് ഭാഗമാ? ഏത് ഭാഗമാട്ടെ, അപ്പൊ മക്മൽ കേട്ടിട്ടില്ല. ഞാൻ കേട്ടിട്ടുണ്ട്. ആയത്തറിയത്തില്ല. ആയത്തറിയാമോ? ആയത്തല്ല, ലീ സിസ്റ്റർ ഇവിടെ പറഞ്ഞ കാര്യത്തെ കുറിച്ചാ പറയുന്നത്. ആയത്തറിയാമോ? താങ്കൾക്ക് ആയത്തറിയാമോ? ആയത്തറിയാം. എന്നാ വായിച്ചു. 72-ന്റെ 72-ന്റെ 15 വായിച്ചോളൂ. 72 സൂറ 72-ന്റെ 15 വായിക്കാൻ വായിച്ചു. വരട്ടെ. അത് രണ്ടാമത്തെ കേസ്. അല്ലല്ല, വായിക്കുന്നതിന് അല്ല, ലീ നോ, സിസ്റ്റർ അങ്ങനെ വായിക്ക്. പറഞ്ഞിട്ട് ലീ നുണ സിസ്റ്റർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 72-ന്റെ 15 വായിക്കൂ. താങ്കൾ വായിക്കൂ ലീ പ്ലീസ്. സിസ്റ്റർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഇല്ലേ? അത് ലീ സിസ്റ്റർ ആദ്യം പറയട്ടെ. 72-ന്റെ 15 വായിക്കൂ അല്ല, താങ്കള്. ലീ സിസ്റ്റർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഇല്ലേ? അത്രേ ഉള്ളൂ എനിക്കറിയാം. മക്മല്ലേ, അതെ, ഇവിടെ പല ലീ സിസ്റ്റർ കാര്യങ്ങൾ അതിനുശേഷം പറഞ്ഞു. താങ്കൾക്ക് എതിരഭിപ്രായമുണ്ട് എങ്കിൽ താങ്കൾ ആ എതിരഭിപ്രായം ആദ്യം മുന്നിലോട്ട് വെക്കൂ. റെഫറൻസ് വായിച്ചിട്ട് മുന്നിലോട്ട് എതിരഭിപ്രായം വെക്കൂ. പ്രശ്നം തീർന്നില്ലേ? താങ്കൾ ആ റെഫറൻസ് വായിച്ചിട്ട് താങ്കൾ തെളിയിച്ചോളൂ.
മുഹമ്മദിന് ജിന്നുകളുമായി ബന്ധമുണ്ടായിരുന്നു. ജിന്നുകൾ മുഹമ്മദിന് കൂട്ടുകാരായിട്ടുണ്ടായിരുന്നു. മുഹമ്മദ് ജിന്നുകൾക്ക് ആഹാരം കൊടുക്കുമായിരുന്നു. ഇതെല്ലാം ഞങ്ങൾക്ക് അറിയാവുന്ന വിഷയങ്ങളാണ്. ഒരായത്ത് മുഴുവനും ജിന്നിന് വേണ്ടി കൊടുത്തിരിക്കുന്നില്ലേ? എന്തൊരു ഉദാര മനസ്കനാണ് അള്ളാഹു. റെഫറൻസ് എടുത്ത് വായിച്ചിട്ട് ലീ സിസ്റ്റർ പറഞ്ഞ തെറ്റ് കാണിക്കൂ എൻ്റെ പൊന്നു സഹോദര. മക്മല, ഇത് ഞാൻ താങ്കളുടെ ഒരു ചെറിയ പുസ്തകമാണ്. തിരക്കിലാ, പോരാ. ഞാനിവിടെ തീർന്നു. 24 ആയത്ത് വായിച്ചു. ഒരൊറ്റ വായിക്കാൻ ഇവന് പറ്റുന്നില്ല. ഒരായത്ത്. നാണക്കേട്. ഷെയിം ടു റീഡ് ദെയർ ഓൺ കിതാബ്. അഷെയിംഡ് അല്ലേ? ഇത് വായിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ് ഇവിടെ താഴെ ഇരുന്നോണ്ട് അതും ഇതും എഴുതിയിടാനായിട്ട് വളരെ എളുപ്പമാണ്. ഇവിടെ ഒന്ന് സംസാരിക്കാൻ കഴിവുണ്ടോ? ഞാനൊരു ക്രിസ്ത്യാനിയാണ്. ഞാനിവിടെ നിങ്ങളുടെ കിതാബ് വായിച്ചിട്ട് ഞാൻ ഒരു തഫ്സീറിലേക്കൊന്നും പോകാതെ സൂപ്പർഫിഷ്യൽ മീനിങ് മാത്രമാണ് ഇവിടെ പറഞ്ഞത്. നമുക്ക് ഒറ്റ വായനയിൽ തോന്നുന്ന കാര്യങ്ങൾ. ഇത് വട്ടുപിടിച്ച ഒരുത്തൻ എഴുതിയതാണെന്നുള്ളതിന് വല്ല സംശയമുണ്ടോ? ഭൂതങ്ങളെല്ലാം ഖുറാൻ കേട്ട ഉടനെ മുസ്ലിമായി. ഭൂലോക മണ്ടത്തരങ്ങൾ എഴുതി വെച്ചിട്ട് അവര് ഇവിടെ വന്നിട്ട് ഷഹാദത്ത് കലിമ ചൊല്ലിയല്ലേ? ആ ഷഹാദത്ത് കലിമ ചൊല്ലി. മുഹമ്മദ് പള്ളിയിൽ ചെന്നപ്പോഴത്തേക്ക് എല്ലാരും കൂടി കൂട്ടം കൂടി മുഹമ്മദിനെ കൂടെ തിക്കി തിരക്കി അവർക്കെല്ലാം മുസ്ലിം ആകണം. ഇനിയിപ്പൊ ഫോണെ പിടിച്ചോണ്ടിരിക്കുകയാണ് മക്മല്. അടുത്ത ഒരു ഇറക്കുമതി. പുള്ളിക്കാരൻ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. അടുത്ത ഇറക്കുമതി സാധനം ഹാൻഡ് റൈസ് ചെയ്തിട്ട്. അല്ല, ഇവരുടെ പുസ്തകത്തിൽ നിന്ന് വായിച്ചിട്ട് ഇവരെന്തിനാ ലീ സിസ്റ്റർ അത് മുഴുവൻ കള്ളത്തരമാണെന്ന് പറയുന്നത്? ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇവര് അള്ളാഹുവിനെയും മുഹമ്മദിനെയും ഇവര് ട്രോളിക്കൊണ്ടിരിക്കുകയല്ലേ? ഖുറാൻ മുഴുവൻ കള്ളത്തരമാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ? അവരെ വടിയാക്കി പാവം. അല്ല, ബെസ്റ്റ് സാധനം കുടിക്കാൻ കൊടുക്കുന്നത്. ഇവര് മുസ്ലിം ആയിട്ട് നേർവഴി നിന്ന് കഴിഞ്ഞാൽ അള്ളാഹു അവർക്ക് ധാരാളം വെള്ളം കുടിക്കാൻ കൊടുക്കുന്നു. തീ കൊണ്ടുണ്ടാക്കിയ ജിന്നുകൾക്ക് അള്ളാഹു ധാരാളം വെള്ളം കുടിക്കാൻ കൊടുക്കും. വാവോ. കുടിച്ചു കഴിഞ്ഞിട്ട് എന്താ പറ്റും? സ്റ്റീം ആവുമോ? ബോണ്ട് പറഞ്ഞു സോഡ എങ്കിലും കൊടുക്കായിരുന്നു. ഞാൻ വിചാരിച്ചു വല്ല ബിയറെങ്കിലും കൊടുക്കുമെന്ന്. ഈ വെള്ളത്തിൽ പോയി ഇവരാരെങ്കിലും മരിക്കുകയാണെങ്കിൽ ആ പറഞ്ഞത് കറക്റ്റായി. വെള്ളം കുടിച്ചല്ല മരിക്കണേ. ധാരാളം വെള്ളം കുടിക്കാൻ കൊടുക്കും. മക്മലെ ഇവിടെ കയറി ചുമ്മാ ഇരിക്കാൻ പറ്റത്തില്ല. വായിക്ക്. 72ാമത്തെ ചാപ്റ്റർ വായിച്ചിട്ടൊന്ന് വിവരിക്കേ. ഞാൻ പറഞ്ഞ നുണയൊക്കെ നീ എക്സ്പോസ് ചെയ്യേ. നീ എഴുതിയിട്ടല്ലോ വായിക്കുന്നത് നുണയാണെന്ന് എഴുതിയിട്ടല്ലോ. ഇപ്പോഴാണെന്ന് തോന്നുന്നു മക്മൽ എനിക്ക് തോന്നുന്നതേ പുസ്തകം വായിക്കുകയാണെന്ന് തോന്നുന്നു. ജിന്നിന്റെ ചാപ്റ്റർ. അതാ ആദ്യമായിട്ട് ചിലപ്പോ ആദ്യമായിട്ടായിരിക്കും പുള്ളി അറിയുന്നത് ഇങ്ങനെ ഒരു അധ്യായം തന്നെ ഉണ്ട്, ജിന്നിന് തന്നെ ഒരു അധ്യായം കൊടുത്തിട്ടുണ്ടെന്നൊക്കെ ആദ്യമായിട്ടായിരിക്കും പുള്ളി അറിയുന്നത്. ജിന്നുകൾക്ക് വെള്ളം കൊടുക്കുന്നത് അള്ളാഹുവിന്റെ പരിപാടിയൊക്കെ ആദ്യമായിട്ടായിരിക്കും അറിയുന്നത്. അള്ളാഹുവിന്റെ തൊഴുത്തിലെ ജിന്നുകളെയൊക്കെ കെട്ടിയിട്ടിരിക്കുക, എന്നിട്ട് അതിന് കാടിയും വെള്ളമൊക്കെ കൊടുക്കുക. മക്മല് അറബിയിൽ ഓതി ശീലമുള്ളൂ, മീനിങ് അറിയത്തില്ലല്ലോ. ഇപ്പോഴല്ലേ മീനിങ് നോക്കുന്നത്. നസ്രീമേ, എൻ്റെ തഫ്സീറിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത് ജിന്നുകൾ ഒന്നിലധികം പ്രാവശ്യം നബിയെ എടുത്ത് വന്നിട്ടുണ്ട്. സവാരി ചെയ്യാനാണോ? ജിന്നുകൾ പല പ്രാവശ്യം വന്നിട്ടുണ്ട് മൈക്കിൾ ബ്രദറെ. ഒരു പ്രാവശ്യം ഒന്നുമല്ല, സവാരി ചെയ്യാൻ ഒരു 2-3 ദിവസം വന്നു. അതല്ലാതെ ജിന്നുകൾ മുഹമ്മദുമായിട്ട് ഭയങ്കര കൂട്ടുകെട്ടായിരുന്നു. ജിന്നുകളുടെ ഫേവറേറ്റ് ആഹാരം എന്ന് പറയുന്നത് നമ്മൾ ഈ കഴിച്ചു കഴിഞ്ഞിട്ട്, ചിക്കനൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് അതിൻ്റെ ബാക്കി എല്ല് വരുമല്ലോ, ആ എല്ലെല്ലാം ഇവർ സൂക്ഷിച്ചു വെക്കും. അത് ജിന്നിന് കൊടുക്കും. പിന്നെ ഈ മൃഗത്തിൻ്റെയും ഓരോ പശുവിൻ്റെ ഒക്കെ ഈ എന്താ എക്സ്ക്രീഷൻ ഉണ്ടല്ലോ, കൗഡങ്കും അതുപോലത്തെ സാധനങ്ങളൊക്കെ, അതാണ് ജിന്നിന് ആഹാരമായിട്ട് മുഹമ്മദ് കൊടുത്തത് എന്ന് വേറെ ഒരു ഹദീസിനകത്തുണ്ട്. ഞാനതൊന്ന് തപ്പിയെടുക്കട്ടെ. മിസ്റ്ററെ, എന്ത് പറയുകയാണെങ്കിലും ആദ്യം ഇവിടെ പറഞ്ഞ റെഫറൻസ് എടുത്തിട്ട് വായിച്ചിട്ട് മുന്നിലോട്ട് പോവുക. സൂറ 72 എടുത്ത് വായിച്ച് ഓരോന്നിൻ്റെയും ആശയം പറയുക. അല്ലാതെ എന്തെങ്കിലും പറയാനുള്ള സ്ഥലമല്ല. ഖുറാൻ എടുത്തോ മിസ്റ്റർ, ഖുറാൻ എടുത്തോ? എടുത്തു. ലീ സിസ്റ്ററെ, എവിടെ നിന്നാ വായിക്കേണ്ടത് ലീ സിസ്റ്ററെ?
ഞാൻ ആദ്യം മുതൽ വായിച്ചു. ആദ്യം മുതൽ. ഞാൻ എന്നാ പിന്നെ 23 ഒന്നാമത്തെ 23 വരെ വായിക്കുന്നു. ആദ്യമായിട്ടായിരിക്കും ഒന്നാമത്തെ കുട്ടി ആയത്ത് വായിക്കുന്നത്. ആയത്ത് വായിക്കൂ തൊട്ട് കുട്ടി. തുടങ്ങിക്കോ മിസ്റ്റർ. ഒന്നാമത്തെ ആയത്ത് തൊട്ട് തുടങ്ങിക്കോ. പറയുക, ജിന്നുകളിൽ നിന്നുള്ള ഒരു സംഘം ഖുർആൻ ശ്രദ്ധിച്ചു കേൾക്കുകയുണ്ടായി എന്ന് എനിക്ക് ദിവ്യബോധം നൽകപ്പെട്ടിരിക്കുന്നു. എന്നിട്ട് അവർ സ്വന്തം ഖുറാനായത്തല്ല സമുദായത്തോട് വായിക്കുന്നത്, പുള്ളി ഹദീസാ വായിക്കുന്നത്. അല്ല ഖുറാന്റെ ഭാഗം. വായിക്കട്ടെ. ഖുറാൻ അത്ഭുതകരമായ ഖുർആൻ ഇരിക്കുന്നു. ഓക്കെ, ഈ ജിന്നുകളിൽ ഒരു കൂട്ടം അവരെന്ത് കേട്ടു? ഖുറാൻ ശ്രദ്ധിച്ചു കേട്ടു. ശരിയല്ലേ? ആ ഖുറാനകത്ത് സൂറ ജിന്നുണ്ടായിരുന്നു. ഈ ഖുർആനകത്ത് ശ്രദ്ധിച്ചു കേട്ട ഖുറാനകത്ത് സൂറ ജിന്നുണ്ടായിരുന്നു. ഇതിനെന്താ പറഞ്ഞു അതൊക്കെ ഉണ്ടോ? ഈ ജിന്നുകൾ ശ്രദ്ധിച്ചു കേട്ട ഖുറാനകത്ത് സൂറത്തുൽ ജിൻ, സൂറ 72-ാമത്തെ സൂറ ഉണ്ടായിരുന്നു. അതിപ്പോ ഇതിന് പറഞ്ഞിട്ടില്ല. ഇല്ല എന്നുള്ളത് പറയില്ല. ഓക്കെ, കുഴപ്പമില്ല. രണ്ടാമത്തെ ആയത്ത്, അത് സന്മാർഗത്തിലേക്ക് വായിക്കാം. വെളിച്ചം കുറവുണ്ട്. സെക്കൻഡ്. അത് സന്മാർഗത്തിലേക്ക് ഒറ്റ മിനിറ്റ്. ക്രിസ്ത്യാനികൾ എടുത്ത് പഠിപ്പിച്ചു കൊടുക്കണം. ഓരോ ഭാഗം എടുത്ത് പഠിപ്പിച്ചു കൊടുക്കണം. ഗതികേടെ. മിസ്റ്ററെ, അത് സന്മാർഗത്തിലേക്ക്. മിസ്റ്ററെ, ഒരു മിനിറ്റ് കഴിഞ്ഞ്. എന്തു മിസ്റ്ററെ അവിടെ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുകയാണ്? എന്തുവാ അത് സന്മാർഗത്തിലേക്ക്? ഇതാ വരുന്നു, ഇപ്പൊ വരുന്നു, ഇങ്ങ് വരുന്നു. മക്മലിന്റെ ഗ്യാസ് പോയോ? മക്മലൊന്നും മിണ്ടുന്നില്ല. മക്മൽ ഗ്യാസ് പോയി. മക്മൽ ഇത് ബ്രദറെ, മിസ്റ്ററാണ് മിസ്റ്റർ മിസ്റ്ററാണ് സഹായിക്കാൻ വായിക്കാൻ വന്നിരിക്കുക. പോകുന്നത്. മിസ്റ്റർ മിസ്റ്റർ വായിക്കും. വായിക്കേ. 72-ാമത്തെ സൂറ പേര് മുതൽ വായിക്കും. രണ്ടാമത്തെ ആയത്ത് വരെ എത്തി. രണ്ടാമത്തെ ആയത്ത് വായിക്കും മിസ്റ്ററെ. വായിച്ചു. എന്തോ പണിയുവാണല്ലോ അവിടെ. എന്താ പരിപാടി? എന്തോ ചെയ്യുന്നേ അവിടെ? അവിടെ ഒരു കൂട്ടം ജിന്നുകളുണ്ടെന്ന് തോന്നുന്നു. ജിന്നുകളുടെ ഇടയെന്നാ പറയുന്നെന്ന് തോന്നുന്നു. മക്മലിന്റെ അടുത്ത് ആരെങ്കിലും ജിന്നുകൾ നിപ്പുണ്ടോ മക്മല്? മിസ്റ്ററിന്റെ അടുത്ത് ജിന്നുകൾ വല്ലതും ഉണ്ടോ? ഞാൻ തന്നെ ഒരു ജിന്നു. മിസ്റ്റർ തന്നെ ഒരു ജിന്നാണ്. എനിക്ക് തോന്നുന്നു ഇവന്മാരുടെ മണ്ടയ്ക്കെല്ലാം പിശാച് കയറിയിരിക്കുന്ന ഇവന്മാരെല്ലാം. മിസ്റ്ററെ പറ, രണ്ടാമത്തെ ആയത്ത് വായിക്കേ. ഓക്കെ, മിസ്റ്റർ ജിൻ. ഇനി വിളിച്ചാ ഇനി മതി മിസ്റ്റർ ജിൻ. അങ്ങനെ വിളിച്ചാൽ മതി. മിസ്റ്റർ ജിൻ. മിസ്റ്ററിന്റെ പേര് മാറ്റി മിസ്റ്റർ ജിൻ. രണ്ടാമത്തെ ആയത്ത് വായിക്കൂ ബ്രദറെ. വഴി കാണിക്കും, സന്മാർഗത്തിലേക്ക് വഴി കാണിക്കും. എന്തോ അത് സന്മാർഗത്തിലേക്ക് വഴി കാണിക്കുന്നു. ആരെ സന്മാർഗത്തിലേക്ക് വഴി കാണിക്കുന്നു? ഖുർആൻ ആരെ സന്മാർഗത്തിലേക്ക് വഴി കാണിക്കുന്നു? ജനങ്ങളുടെ കാര്യമല്ല ഇവിടെ പറയുന്നത്. അപ്പം ആരെ സന്മാർഗത്തിലേക്ക് വഴി കാണിക്കുന്നു? അത് സന്മാർഗത്തിലേക്ക് വഴി കാണിക്കുന്നു. ആരെ? ജിന്നുകളെ അല്ലേ? ഇവിടെ ജിന്നുകളുടെ കാര്യമല്ലേ പറയുന്നത്? ഈ സന്മാർഗത്തിലേക്ക്, ഈ ഖുർആൻ വായിച്ചിട്ട് സന്മാർഗത്തിലേക്ക് വന്ന ജിന്നുകളുടെ പേരൊന്ന് പറയോ? അതൊന്നും ഇത് പറഞ്ഞിട്ടില്ല, അതൊന്നും പറയാൻ പറ്റത്തില്ല. അത്രയും ഖുർആൻ പറഞ്ഞിട്ടില്ല. മിസ്റ്റർ ജിൻ, താങ്കള് ഖുർആൻ വായിച്ചിട്ട് സന്മാർഗത്തിലേക്ക് വന്ന ഒരു വ്യക്തിയല്ലേ? സ്വന്തം പേരെങ്കിലും ഒന്ന് പറയത്തില്ലായിരുന്നു? ഞാനൊരു ജിന്നാണെന്ന് താങ്കൾ ഇപ്പൊ പറഞ്ഞില്ലായിരുന്നോ? അബ്ബാസ് ജിന്നായിരുന്നോ? അൽ മൂസയോ?
പോട്ടെ പോട്ടെ, പുള്ളി ഈ ഖുറാനെ ട്രോളിക്കൊണ്ടിരിക്കുക. ഈ അതിന്റെ രണ്ടാമത്തെ ആയത്തിന്റെ താഴത്തെ ഭാഗത്ത് ഒരു കാര്യം പറയുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ അതിൽ വിശ്വസിച്ചു. ആരാണ് ഈ ഞങ്ങൾ? ഞങ്ങൾ ജിന്നുകൾ. ജിന്നുകൾ അതിൽ വിശ്വസിച്ചു. ഇത് ആരുടെ വാക്കുകളാണ് ഇത് എഴുതി വെച്ചിരിക്കുന്നത്? ഇത് ഈ ഖുറാനകത്ത് ആരുടെ വാക്കുകളായി വന്നിരിക്കുന്നത്? ജിന്നുകളുടെ വാക്കുകളല്ലേ? അതെ, ജിന്നുകൾ പരസ്പരം പറയുന്നത് കേട്ടതായി ഒരു ചിത്രീകരണമാണ്. ഖുറാനകത്ത് ജിന്നുകൾ പരസ്പരം പറയുന്നത് ഇവിടെ കയറ്റി വെച്ചിരിക്കുക അല്ലേ? അവർ പറയുന്നതായി സംസാരിക്കുന്നതായുള്ള ആ ഒരു സംസാരശകലം ഇതിൽ അത് വെച്ചിരിക്കുക. അതിവിടെ വെച്ചിരിക്കുകയാണ്. ആരാ കേട്ടത്? ഇതാരാ? മുഹമ്മദ് ആണോ കേട്ടത്, അതോ ജിബ്രീലാണോ കേട്ടത്, അതോ അള്ളാഹ് കേട്ടിട്ട് ഇത് പറയുന്നതാണോ? ആരാ ഈ ജിന്നുകളുടെ സംഭാഷണം ആരാ കേട്ടത്? ജിബ്രീൽ കേട്ടോ? അപ്പൊ ഇത് ജിബ്രീലിന്റെ വാക്കുകളാണോ? എന്തോ പെടുത്തല്ലേ എന്നോ? ഞങ്ങളല്ല നിങ്ങളെ പെടുത്തുന്നത്. ഈ വിവരം കെട്ട സാധനം എഴുതി വെച്ചിരിക്കുന്ന അള്ളയാണ് നിങ്ങളെ പെടുത്തിയിരിക്കുന്നത്, അറിയാവോ? ഈ ജിന്നുകൾ സംസാരിക്കുന്നത് ആരാ കേട്ടത്? അള്ളയാണോ, ജിബ്രീലാണോ, മുഹമ്മദ് ആണോ? ആരാ കേട്ടത്? ആരാ? പറയൂ. പറയുക, ജിന്നുകളിൽ നിന്നുള്ള ഒരു സംഘം ഖുർആൻ ശ്രദ്ധിച്ചു കേൾക്കുകയുണ്ടായി. അത് എനിക്ക് ദിവ്യബോധനം നൽകപ്പെട്ടിരിക്കുന്നു. ഈ എനിക്ക് ദിവ്യബോധനം നൽകപ്പെട്ടിരിക്കുന്നു എന്ന് ആരാ പറഞ്ഞേ? അത് നബി, മുഹമ്മദ് നബി. ഓ, അപ്പം ഈ ഖുറാനകത്ത് മുഹമ്മദിന്റെ വാക്കുകളല്ലേ ചേർന്നിരിക്കുന്നത്? നബിയെ പറയുക, ജിന്നുകളിൽ സംഘം ഞാൻ ശ്രദ്ധിച്ചു കേൾക്കുകയുണ്ടായി എന്ന് എനിക്ക് ദിവ്യബോധനം നൽകപ്പെട്ടിരിക്കുന്നു. അപ്പൊ ഈ ജിന്നുകളുടെ വാക്കുകൾ ആരാ കേട്ടത്? ജിന്നുകളുടെ വാക്ക് ജിന്നുകൾ സംസാരിക്കുന്നത്, ജിന്നുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത് ആരാ കേട്ടത്? ദൈവം എന്ന് വിചാരിച്ചോ? ദൈവം കേട്ടു. ദൈവം കേട്ടു. നോ 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 നോ. ഒന്നാമത്തെ ആയത്തിനകത്ത് എന്തോ പറയുന്നേ? ദൈവം കേട്ടു എന്ന് എനിക്ക് ദിവ്യബോധനം, ദൈവം കേട്ടു എന്ന ദിവ്യബോധനം പ്രവാചകൻ. ദൈവം കേട്ടെന്നോ? അവിടെ ഇവിടെ ദൈവം, അവിടെ ഇവിടെ ദൈവം കേട്ടെന്ന് പറഞ്ഞിരിക്കുന്നേ. സാരാംശം നോക്കൂ നിങ്ങൾ സഹോദര, സാരാംശം ഒന്നും അവിടെ ഇല്ല. അവിടെ ദൈവം കേട്ടെന്ന് എവിടെ എഴുതി പറഞ്ഞേക്കുന്നേ? അറിയുക നബിയെ, നബിയോട് പറയാൻ പറയുന്നു. പറയുകയാണ്, ഒരു സംഘം ഖുർആൻ ശ്രദ്ധിച്ചുണ്ടായി എന്ന് എനിക്ക് ദിവ്യബോധനം നൽകപ്പെട്ടിരിക്കുന്നു. എന്നിട്ട് അവർ സ്വന്തം സമൂഹത്തോട് പറഞ്ഞു. ഇതാരാ പറയുന്നേ? കേൾക്കാത്ത ജിന്നുകളോട് പറഞ്ഞു. ഇതാരാ പറയുന്നത്? ആരാ? അവർ സ്വന്തം സമൂഹത്തോട് പറഞ്ഞു എന്ന് ആരാ പറയുന്നേ? ദൈവം. ദൈവം പറയണം. ദൈവം പറയാം. അവിടെ എവിടെ ദൈവം എന്ന് എഴുതി വെച്ചിരിക്കുന്നേ? അന്തർലീനമായ അർത്ഥമുണ്ട്, ഞങ്ങൾക്ക് അന്തർലീനമായ ഉള്ള സാധനം ഉള്ളതുപോലെ പറയണം. അന്തർലീനമായിട്ടുള്ള വരികൾക്കിടയിലൂടെ നിങ്ങൾ മനസ്സിലാക്കാന്നൊന്നും അവിടെ എഴുതിയിട്ടില്ല. പറഞ്ഞു മനസ്സിലായില്ലേ? ഇനി താഴോട്ട് വായിച്ചോ. അത് സന്മാർഗത്തിലേക്ക് വഴി കാണിക്കുന്നു. ഏതാ? ഖുർആൻ സന്മാർഗത്തിലേക്ക് വഴി കാണിക്കുന്നു. ഞങ്ങൾ കേട്ടിരിക്കുന്നു. അതുകൊണ്ട് അതിൽ ഞങ്ങൾ വിശ്വസിച്ചു. ജിന്നുകൾ പറയാണ് ഖുറാനിൽ അവര് വിശ്വസിച്ചു എന്ന്. മേലിൽ ഞങ്ങളുടെ രക്ഷിതാവിനോട് ആരെയും ഞങ്ങൾ പങ്കു ചേർക്കുകയില്ല. ആരായി പറയുന്ന? ആരാ? ജിന്നുകൾ പറയാണ്, മേലിൽ ഞങ്ങളുടെ രക്ഷിതാവിനോട് ആരെയും പങ്കു ചേർക്കുകയില്ല. അതിനു മുൻപേ അവർ രക്ഷിതാവിന്റെ കൂട്ടത്തിൽ ആരെയെ പങ്കു ചേർത്തോണ്ടിരുന്നേ? മനുഷ്യന്മാരെ പോലെ തന്നെ ഒരു സമൂഹമാണല്ലോ ജിന്ന്.
ജിന്നുകള് മനുഷ്യന്മാരെ പോലെയുള്ള ഇവരെ എവിടെ കിട്ടും ഇപ്പം? ഇപ്പൊ അവന്മാർ എവിടെ ഉണ്ട്? അത് അവന്മാരുടെ ഒരു വാസസ്ഥലം ഉണ്ടല്ലോ, അവിടെ ഉണ്ടാവും. എവിടെ? ഭൂമിയിൽ നമുക്ക് അറിയാത്ത പല കാര്യങ്ങളും ഇല്ലേ. അല്ലല്ല, ഇപ്പൊ ഇവരെവിടെ? ഈ പാർക്കുന്ന എവിടെ ഇപ്പം? ഉദാഹരണം പറഞ്ഞുതരാം, നിങ്ങൾ അതൊക്കെ ഒന്ന് കേൾക്ക്. മിസ്റ്റർ, ഇപ്പൊ ഇവരെവിടെ പാർക്കുന്നേ? ഇസ്ര എന്ന ഫിലിം, അറിയാമെങ്കിൽ അറിയാമെന്ന് പറ, അല്ലെങ്കിൽ നമുക്ക് മുന്നിലോട്ട് നീങ്ങാം. അങ്ങനത്തെ ഒരു സ്ഥലത്തെ കുറിച്ച് നമുക്ക് അറിയില്ല, എവിടെയാണ് അവരുടെ. അറിയത്തില്ല. അപ്പൊ അള്ളാഹു ഇങ്ങനെ ഓരോ കാര്യങ്ങളും ഒറ്റ തള്ളാണ്. പിന്നെ നിങ്ങൾ അങ്ങ് വിശ്വസിക്കാം. മൂന്നാമത്തെ ആയത്തിലേക്ക് വാ. നമ്മുടെ രക്ഷിതാവിന്റെ മഹത്വം ഉന്നതമാകുന്നു. ആരാ ഈ പറയുന്നേ? മറ്റേ ജിന്നുകൾ പറയണേ, അവര് പരസ്പരം പറയുന്നത്. ജിന്നുകൾ പരസ്പരം പറയുന്നത് മുഹമ്മദ് കേട്ടിട്ട് പറയുന്നതാണോ അള്ളാഹ് കേട്ടിട്ട് പറയുന്നതാണോ? അള്ളാഹ് അറിഞ്ഞിട്ട് പറയുക അല്ലേ? അള്ളാഹ് അറിഞ്ഞിട്ട് ജിബ്രീലിനോട് പറഞ്ഞു, ജിബ്രീൽ അറിഞ്ഞിട്ട് മുഹമ്മദിനോട് പറഞ്ഞിട്ട് ഇത് ഇങ്ങനെ പറയാം അല്ലേ? സ്വീകരിച്ചിട്ടില്ല. അവന് ഗേൾഫ്രണ്ട് കുട്ടികളോ ഒന്നുമില്ല എന്നർത്ഥം. അവന് ഗേൾഫ്രണ്ടോ എന്ന് പറഞ്ഞ സഹാബ കൂട്ടുകാരിയോ സന്താനത്തെയോ സ്വീകരിച്ചിട്ടില്ല. കുട്ടികളില്ലെന്നൊന്നും അല്ല, സ്വീകരിച്ചിട്ടില്ല. അതായത് ത്രിത്വം അങ്ങനത്തെ സംഭവം ഇല്ലാന്ന്. ത്രിത്വം ഒന്നും അവിടെ എന്റെ പൊന്നു സഹോദര, ഇവിടെ കൂട്ടുകാരി പുള്ളിയുടെ ഗേൾ ഫ്രണ്ട്സിനെ പറ്റിയൊക്കെയാണ് പുള്ളി പറയുന്നത്. പുള്ളി പറയുന്നത് എനിക്കൊരു ഗേൾ ഫ്രണ്ട്സ് ഉണ്ടാകാൻ ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ പുള്ളി സ്വന്തം അവിടെ ഉണ്ടായിരുന്ന ഹൂറിമാരിൽ നിന്ന് എടുക്കുമായിരുന്നു എന്നുള്ള വേറൊരിടത്ത് പറയുന്നുണ്ട്. ഓർമ്മയുണ്ടോ? നിങ്ങളെ ജീവിതത്തിൽ നിങ്ങൾക്ക് എങ്ങനെ അറിയാം അള്ളാഹുവിന് ഗേൾഫ്രണ്ട് ഇല്ല എന്നുള്ള കാര്യം? അതും ഒരു പോയിന്റ് ആണ്. ഈ ജിന്നുകളെ എങ്ങനെ മനസ്സിലാക്കി ബ്രദറെ? അത് അള്ളാഹുവിന് അവിടെ അള്ളാഹുവിന്റെ ജന്നത്തിൽ അള്ളാഹുവിന് വേണമെങ്കിൽ ഗേൾ ഫ്രണ്ട്സിനെ എടുക്കാമല്ലോ. ഈ ജിന്നുകൾ എങ്ങനെ മനസ്സിലാക്കി? ജിന്നുകൾ ഈ നാട്ടിലിരിക്കുന്നവന്മാരല്ലേ? ജീവിതത്തിൽ എന്തെങ്കിലും ഹൂറി എന്നൊരു പദം ഖുർആനിൽ കണ്ട എന്നെ ഒന്ന് കാണിക്കണേ. ഹൂറി എന്ന പദം അപ്പൊ ഖുർആനകത്തില്ല. നിങ്ങൾക്ക് അപ്പൊ ഹൂറി വേണ്ടായോ? ഇത് കേൾക്കുന്ന മിസ്റ്റർ ജിൻ, നിങ്ങൾക്ക് ഹൂറി വേണോ വേണ്ടായോ? എനിക്ക് ഹൂറിയുണ്ട്. ഹൂറിയുണ്ട്. എത്ര ഹൂറിമാരുണ്ട്? ഒറ്റ ഹൂറിയേ ഉള്ളൂ. ഒരു ഹൂറിയേ ഉള്ളൂ. വേറെ ഹൂറിമാരൊന്നും വേണ്ട? എനിക്ക് അതേ വേണ്ടു. അപ്പം താങ്കൾക്ക് ഈ മുഹമ്മദ് പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ വൃത്തികേടാണെന്ന് തോന്നി തുടങ്ങിയല്ലേ? അല്ല, എനിക്ക് പറയുന്നുണ്ടല്ലോ, 4 നിങ്ങൾക്ക് ഒന്നിനും പറ്റിയില്ലെങ്കിൽ 4 വരെ നിങ്ങൾക്ക് കഴിക്കാം. വിഷയം അതൊന്നുമല്ല. തിരിച്ചു വരാം. നമ്മുടെ വിഷയം ആയത്തിലേക്ക് തിരിച്ചു വരിക. ഓക്കെ, അടുത്തത് 4-ാമത്തെ വായിച്ചോളൂ. ഒരു കാര്യം മിസ്റ്റർ പോകുന്നതിന് മുമ്പ് നസ്രീന്ദർ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം ഞാൻ പറയാം. ഈ ഹൂറികള് അള്ളാഹുവിന് ഗേൾഫ്രണ്ട് ഇല്ല എന്നുള്ള കാര്യം ഇവർക്ക് എങ്ങനെയാണ് മനസ്സിലായതെന്ന് പറഞ്ഞാൽ, പിന്നീട് വരുന്നുണ്ട്, അവിടെ ഒളിഞ്ഞു കേൾക്കാൻ പോകുമായിരുന്നു. അള്ളാഹുവിന് ഗേൾഫ്രണ്ട് ഉണ്ടോ എന്നൊക്കെ ഒളിഞ്ഞു കേൾക്കാനായിട്ട് ഇവര് പോകുന്ന കാര്യം പിന്നീട് വരുന്നുണ്ടല്ലോ. അപ്പൊ ഈ ജന്നത്തിനടുത്ത് പോയിട്ട് ഇവന്മാർ ഒളിഞ്ഞു കേൾക്കും അവിടുത്തെ സംഭാഷണമൊക്കെ. അപ്പൊ അവിടെ ഇരുന്ന് അള്ളാഹു കരയുന്നത് കേട്ടിട്ടുണ്ട് ഇവര്. അയ്യോ, എനിക്ക് ഗേൾഫ്രണ്ട് ഇല്ലേ എന്ന്. അതാണ് ഇവരിവിടെ പറയുന്നത്. മനസ്സിലായോ? അങ്ങനെയാണ് ഇവർ അറിഞ്ഞത് അള്ളാഹുവിന് ഗേൾഫ്രണ്ട് ഇല്ല. അങ്ങനെ അറിഞ്ഞതാ മിസ്റ്ററെ. അതാണ് പ്രശ്നം. ഓൾറെഡി അവരവിടെ ചെന്ന് ഒളിഞ്ഞു കേട്ടിട്ട് അവരറിഞ്ഞതാണ് അള്ളാഹിന് ഗേൾ ഫ്രണ്ട്സ് ഇല്ലാത്ത ഒരു ദുഃഖാവസ്ഥ. അള്ളാഹ് ഇടയ്ക്ക് പറയുന്നുണ്ട്, എനിക്ക് ഗേൾ ഫ്രണ്ട്സ് ആരും ഇല്ലല്ലോ എന്ന് പുള്ളി പറയുന്നുണ്ട്. ജീവിതത്തിൽ എന്തെങ്കിലും ദൈവം കരഞ്ഞു എന്ന ആ ഭാഗം ഒന്ന് കാണിച്ചു തരണേ. ഏതാ? അള്ളാഹിന് ഗേൾ ഫ്രണ്ട്സ് ഒന്നും ഇല്ല എന്നുള്ള അള്ളാഹിന്റെ ദുഃഖമോ? അതൊന്നും പറഞ്ഞ് മനസ്സിലാക്കി തരണേ. അതെ, ഇപ്പൊ തരാമല്ലോ. ഖുർആൻ 4 വായിക്കും. നിക്ക് ഇനിയിപ്പോ എടുത്ത് കാണിച്ചിട്ട് ബാക്കി കാര്യമുള്ളൂ. അള്ളാഹുടെ ദുഃഖം ശ്രദ്ധ തെറ്റും, അതാണ്. അല്ല, ശ്രദ്ധയിലേക്ക് താങ്കൾ എടുത്തു കാണിക്കണമെന്ന് താങ്കൾ ഇപ്പം ഇത്രയും ഷാട്ടിയും പിടിച്ച് താങ്കൾ വെല്ലുവിളിച്ചപ്പോൾ പിന്നെ എടുത്തു കാണിക്കാതിരിക്കാൻ പറ്റുമോ? അള്ളാഹിന് ഗേൾ ഫ്രണ്ട്സ് ഇല്ലാത്ത പരിപാടി അള്ളാഹ് നേരിട്ട് പറയുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുമോ?
ഹബീബുനാ അലല്ലാഹി സൂറ 6 101 എന്ന് വായിച്ച്. ആ, സൂറ 6 101 എന്ന് വായിച്ച്. ഇപ്പൊ അങ്ങോട്ട് പോകണ്ടേ? സൂറ 6 101. അള്ളാഹ് ഒരു വീരവാദം ഇറക്കുന്നുണ്ട്. പക്ഷെ വീരവാദം പറഞ്ഞതിന് ശേഷം അള്ളാഹുടെ ലിമിറ്റേഷൻ നമുക്ക് അവിടെ കാണാൻ പറ്റും. 6 101 വായിക്കാം. അള്ളാഹുടെ ദുഃഖം ഇത് ജിന്നുകൾ ഒളിഞ്ഞിരുന്ന് കേട്ടത് കൊണ്ടാണ് അവർക്കറിയാവുന്നത് അള്ളാഹിന് ഗേൾ ഫ്രണ്ട്സ് ഒന്നും ഇല്ലെന്ന്. അള്ളാഹിന് ഒരു കൊച്ചിനെ ഉണ്ടാക്കണമെങ്കിൽ അള്ളാഹ് ഗേൾ ഫ്രണ്ടുമായി സെക്സ് ചെയ്തിട്ട് കുഞ്ഞുങ്ങളെ ഉണ്ടാക്കാൻ മാത്രമേ അള്ളാഹിന് കഴിയത്തുള്ളൂ. അതുകൊണ്ടാണ് അള്ളാഹിന് ഗേൾ ഫ്രണ്ട്സ് ആരും ഇല്ലാത്തത്. അതുകൊണ്ട് കുട്ടികളും ഇല്ല. സൂറ 6 101 വായിച്ചോ. ങ്ങളെയും ഭൂമിയെയും മുൻ മാതൃകയില്ലാതെ നിർമ്മിച്ചവനാണ് കേട്ടോ. ഉം, ഉം. ഉറക്കെ വായിക്കേ. ആകാശങ്ങളെയും ഭൂമിയെയും മുൻ മാതൃകയില്ലാതെ നിർമ്മിച്ചവനാണ്. വായിച്ചോ, മുന്നിലോട്ട് വായിച്ചോ. അവൻ എങ്ങനെ അവന് എങ്ങനെ ഒരു സന്താനം ഉണ്ടാവും? അവനൊരു അപ്പൊ കൂട്ടുകാരൻ ചോദ്യമാണ് അപ്പൊ ചോദ്യം ചോദിക്കുകയാണ്, അവൻ എങ്ങനെ ഒരു സന്താനം ഉണ്ടാവും. ഉണ്ടാകും? ചോദ്യമാണ് ചോദ്യം. എങ്ങനെ സന്താനം ഉണ്ടാകും? അവനൊരു കാരണം ഇല്ലല്ലോ, അവനൊരു കൂട്ടുകാരിയും എന്തോ ഇല്ലല്ലോ. കട്ട് അവനൊരു അവൻ കൂട്ടുകാരിയുമില്ലല്ലോ. അപ്പൊ അള്ളാഹിന് സന്താനം ഉണ്ടാകണമെങ്കിൽ അള്ളാഹിന് എന്ത് വേണം? ലേഡി, ഒരു സ്ത്രീ വേണ്ടേ? ലീസിസ്റ്ററിന്റെ കാര്യം പിടികിട്ടിയോ? അപ്പൊ അവിടെ ഇല്ല. അള്ളാന് അല്ലാണെങ്കിൽ അതൊരു പ്രയാസമുള്ള കാര്യമല്ല ഒരു കൂട്ടുകാരിയെ എടുക്കാൻ. അള്ളാന് ഒരു കൊച്ചനെ അതായത് ഉണ്ടാക്കണമെങ്കിൽ അള്ളാന് ബാക്കി സാധനങ്ങളൊക്കെ ഉണ്ട്. അള്ളാഹുവിന് ബാക്കി ഒരു ബാക്കി എല്ലാം ഉണ്ടല്ലോ. ഉള്ളതൊക്കെ ഉണ്ട്. ഗേൾ ഫ്രണ്ടിന്റെ കുറവേ ഉള്ളൂ. ബാക്കി പ്രൈവറ്റ് പാർട്ട് എല്ലാം അള്ളാനുണ്ട്. ഒരു ഗേൾ ഫ്രണ്ടിന്റെ ഒരു ആവശ്യകത കൂടെ ഉണ്ടെങ്കിൽ അള്ളാന് കുട്ടിയെ സൂപ്പർ ആയിട്ട് ഉണ്ടാക്കാം. ശരിയല്ലേ കുറച്ച് യഹോവയുടെ കാര്യങ്ങൾ വായിക്കുക. മിസ്റ്റർ? ഇത് ഞാനല്ല പറയുന്നത്, നിങ്ങളുടെ ഖുറാന്റെ ആയത്തിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. സി, അള്ളാന് ഒരു കുട്ടിയെ വേണമെങ്കിൽ, ഒരു കൊച്ചനെ വേണമെങ്കിൽ അള്ളാന് ഒരു ഗേൾ ഫ്രണ്ട് സഹാബയുടെ ആവശ്യമുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു പുരുഷന് ഒരു കൊച്ചിന്റെ ആവശ്യമുള്ളപ്പോൾ ആ പുരുഷന് സ്വന്തമായിട്ട് കൊച്ചിനെ ഉണ്ടാക്കാൻ പറ്റത്തില്ലല്ലോ. പുരുഷന് ഒരു ഫീമെയിലുമായി ഇൻറ്റിമേറ്റ് ആയി ഒരു റിലേഷൻഷിപ്പ് വന്നിട്ട് അതിൽ ഒരു കുട്ടി ഉണ്ടാകുക എന്നുള്ള അതേ രീതിയിൽ തന്നെ അള്ളാഹ് പറയുകയാണ്, എനിക്ക് എങ്ങനെ സന്താനം ഉണ്ടാകും? കാരണം അള്ളാഹുവിന് ഗേൾ ഫ്രണ്ട്സ് അവിടെ ഇല്ലല്ലോ. അതായത് കൃഷി ഇറക്കാൻ കൃഷിയുടെ ഇല്ല എന്നർത്ഥം അല്ലേ? അതെ, ഫാം ഇറക്കാൻ വേണ്ടിയിട്ട് പുള്ളിക്ക് ഒരു എന്തില്ല? കൃഷിയോടുള്ള ഫാം ലാൻഡ് താല്പര്യം. ഇല്ല. കൃഷിയുടെ എന്ന് പറഞ്ഞാൽ എന്താ? ഇന്ന് മരവിച്ച മനസ്സും അത് മരവിച്ച എന്റെ പൊന്നു സഹോദര, നിങ്ങൾ ഈ ഫിലോസഫി ഒന്നും എടുത്തോണ്ട് ഇങ്ങോട്ട് പോയട്രിയും മരവിച്ച മനസ്സും ഈ സാധനങ്ങളൊക്കെ കയ്യിൽ അങ്ങ് മടക്കി വെച്ചാൽ മതി. ഇതൊന്നും ഇവിടെ എടുത്തോണ്ട് വരല്ലേ. അള്ളാന്റെ ഗേൾ ഫ്രണ്ടിന്റെ കാര്യമാണ് പറയാ. അള്ളാന് കൃഷി ഇറക്കണമെങ്കിൽ അള്ളാന് എന്ത് വേണം? മറിയം എന്ത് വേണം? ഗേൾ ഫ്രണ്ട് വേണം. താങ്കളാണ് ഇപ്പം പറഞ്ഞത് എന്റെ സഹോദര മിസ്റ്ററെ, താങ്കളാണ് പറഞ്ഞത്. മറിയം ബീവി വേണമെന്നാണോ പറഞ്ഞത്? മറിയം ബീവി വേണമെന്നാണോ പറഞ്ഞത്? മിറിയം ബീവി. അപ്പൊ പിന്നെ മിറിയം ബീവിയുടെ അടുത്തേക്ക് അള്ളാഹു പൂർണ്ണ പുരുഷന്റെ രൂപത്തിൽ വന്നിട്ട് മിറിയം ബീവിയോട് ചെയ്തത് അനീതിയല്ലയോ? അവിടെ അനീതിയല്ലല്ലോ. നമ്മള് ഏതേത് പൂർണ്ണ പുരുഷന്റെ രൂപത്തിൽ അള്ളാഹുവിന്റെ ആത്മാവിനെ പൂർണ്ണ പുരുഷന്റെ രൂപത്തിൽ മിറിയം ബീവിയുടെ അടുത്തേക്ക് വന്നിട്ട് അവളുടെ ഗുഹ്യഭാഗത്തോട്ട് ഫർജഹയിലോട്ട് ഊതി ഒരു കൊച്ചിനെ ഊതി കയറ്റി. ഉണ്ടാക്കിയത്. അതെ, ഒരു കൊച്ചിനെ ഉണ്ടാക്കിയില്ലേ? അവിഹിതം. അപ്പം അവിടെ അള്ളാഹുവിന് അവിഹിതം. ഒരു സഹാബയെ കിട്ടുന്നില്ലേ? അവിഹിത വെറും ബന്ധം. അഹുഹിത ബന്ധമായിരുന്നു. അതെ. ആ സ്ത്രീയോട് അള്ളാഹ് ചോദിച്ചില്ല. അള്ളാഹ് ഒരു പ്രാവശ്യം പോലും മിറിയമിനോട് പറഞ്ഞില്ല, ഞാൻ നിന്റെ ഫർജഹയിലോട്ട് ഊതിക്കോട്ടെ, നിന്റെ ഉടുപ്പിന്റെ വിടവിലൂടെ ഞാൻ നിന്റെ ഗുഹ്യഭാഗത്തോട്ട് ഊതിക്കോട്ടെ. അള്ളാഹ് പറഞ്ഞോ? ഇല്ല, പറഞ്ഞില്ല. ആ സ്ത്രീ അറിഞ്ഞോ? ഇല്ല. രാത്രിയാണ്. അല്ല ബ്രദറെ, ഇത് സൂറ 66 നീ 12 ഞാൻ എന്നെ വായിച്ചേ. വിട്ടുപോ,
നീ എന്നെ വിട്ടുപോന്നൊക്കെ ആ സ്ത്രീ പറഞ്ഞായിരുന്നു. പക്ഷെ ആ വിട്ടുപോകാണ്ട് സ്ത്രീ ഓൾറെഡി പോയിട്ട് പറയുന്നുണ്ട്. ആ അതെ. ദേ ഞാൻ പുറത്തേക്ക് വായിക്കാം. വായിക്കാം. സൂറ 66:12 ഞാൻ വായിക്കാം. തന്റെ ഗുഹ്യസ്ഥാനം കാത്തു സൂക്ഷിച്ച ഇമ്രാന്റെ മകളായ മെറിയമിനെ അപ്പോൾ നമ്മുടെ ആത്മാവിൽ നിന്ന് നാം അതിൽ ഊതുകയുണ്ടായി. ഏതിൽ ഊതുക? ഫർജഹയിൽ ഊതുകയുണ്ടായി. എന്താ തന്റെ പ്രശ്നം? രക്ഷിതാവിന്റെ എന്റെ നിങ്ങൾ സൃഷ്ടി എന്റെ മറിയത്തിനെ സഹോദരൻ സൃഷ്ടിച്ചു. ഞാനതല്ലേ പറഞ്ഞേ. അള്ളാഹ് ആദ്യം പറയുന്നു എനിക്ക് എങ്ങനെ ഒരു സന്താനം ഉണ്ടാകും, എനിക്ക് കൂട്ടുകാരികളൊന്നുമില്ല. അള്ളാൻ അവിടെ കൂട്ടുകാരികളൊന്നും ഇല്ലാത്തത് കൊണ്ടല്ലേ അള്ളാഹ് താഴോട്ട് വന്നിട്ട് ഈ കൊച്ചിന്റെ കൂടെ ഈ പരിപാടി ചെയ്തേ. അതുകൊണ്ടാണോ ഇതൊക്കെ ഇവിടെ നിന്ന് എത്രയോ ദൂരം കിടക്കുന്ന സംഗതികൾ നമ്മുടെ കൊച്ചിന്റെ മിസ്റ്ററെ അണ്ടർ ഫിലോസഫി ഒന്നും ഇവിടെ ഇറക്കല്ലേ. ഇത് ഫിലോസഫിയുടെ സ്ഥലമല്ല. ഇത് അള്ളാന് ഇതിനകത്ത് അള്ളാന് ആ അള്ളാടെ എന്തോ സ്വർഗത്തിൽ ഇരിക്കുമ്പോൾ അള്ളാഹിക്ക് അവിടെ ഹൂറിമാരും ഇല്ലാത്തത് കൊണ്ടല്ലയോ അള്ളാഹ് താഴെ വന്നിട്ട് മിറിയം ബീവിയുടെ ഫർജഹയിലോട്ട് ഊതിയത്. അക്ഷര ലൈറ്റിന്റെ വെളിച്ചം പോലും കാണാൻ കഴിയാത്ത നമ്മൾ ലൈറ്റിന്റെ കാര്യമൊന്നും ഇവിടെ പറയല്ലേ എൻ്റെ പൊന്നു സഹോദര. അള്ളാഹ് തന്നെ ഒരു വല്ലാത്ത ലൈറ്റിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അള്ളാഹ് ആണെങ്കിൽ ഹിജാബ് ഇട്ടുകൊണ്ടാണ് അള്ളാഹ് ഇരിക്കുന്നത് ഇപ്പം. അതറിയാവോ താങ്കൾക്ക്? നമ്മുടെ ബുദ്ധിക്ക് അള്ളാഹ് അർത്ഥം ഹിജാബ് പോലെ ഇട്ടിട്ടുള്ള കാര്യം താങ്കൾക്ക് അറിയാമോ? അള്ളാഹ് ഒരു ഹിജാബിന്റെ മറയിന്റെ പുറകിലാണ് അള്ളാഹ് ഇരിക്കുന്നത് എന്നുള്ള കാര്യം താങ്കൾക്കറിയാമോ? ഉണ്ടല്ലോ. നിങ്ങളെ ദൈവം എങ്ങനെ തല്ലിക്കൊന്ന് എവിടെയോ ഞങ്ങളുടെ ദൈവത്തിന്റെ കാര്യമൊന്നും പറയല്ലേ എൻ്റെ പൊന്നു സഹോദര. അത് നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി തീരും. അതുകൊണ്ട് അള്ളാഹ് ഇപ്പോൾ ഒരു ഹിജാബിന്റെ പുറകിലാണോ നിൽക്കുന്നത്? പട്ടി പിടിച്ചോണ്ടായോ പുലി പിടിച്ചോണ്ടായോ എന്ത് അള്ളാഹ് പറഞ്ഞു? ഒരു ഹിജാബിന്റെ പുറകിലാണോ എൻ്റെ പൊന്നു സഹോദര നിൽക്കുന്നത്? അത് പറയൂ നിങ്ങൾ. ഹിജാബിന്റെ പുറകിൽ നിൽക്കേണ്ട ഒരു അവസ്ഥയും വരില്ല. അവസ്ഥ വരുന്നില്ല. എല്ലാവരും കേട്ടല്ലോ. മിസ്റ്റർ ജിൻ പറഞ്ഞത് അള്ളാഹിക്ക് ഹിജാബ് ഇടേണ്ട ആവശ്യമില്ല എന്ന്. സൂറ 42:51 ഒന്ന് വായിച്ചേ. സൂറ 42:51 ഒന്ന് വായിച്ചേ. വിഷയത്തിൽ നിന്ന് മാറില്ല നസീം ബദറെ. നല്ല വിഷയത്തിൽ ചർച്ചയാണ് നടക്കുന്നത്. മാറുന്നില്ല. അവിടെ തന്നെ ആ പുള്ളി പറഞ്ഞത് അള്ളാഹുവിന് ഹിജാബ് ഇടേണ്ട ആവശ്യമൊന്നും ഇല്ല എന്നാണ് പുള്ളി പറഞ്ഞത്. അതുകൊണ്ട് ഒന്ന് തെളിവ് കൊടുക്കുന്നേ ഉള്ളൂ. സൂറ 42:51 ആയത്തൊന്ന് വായിച്ചേ എൻ്റെ പൊന്നു സഹോദര. സൂറ അൽ ഷൂറ, സൂറ 42:51 ആയത്ത്. അള്ളാഹ് ഹിജാബിന്റെ പുറകിലാണോ അല്ലയോ എന്ന് നമുക്കൊന്ന് നോക്കാം. നിങ്ങൾ ചില വരികൾ മാത്രമേ എടുക്കുള്ളൂ. ചില മിസ്റ്റർ വരി വ്യാഖ്യാനം ഒന്നും പറയല്ലോ, ഒരു കാര്യവും പറയണ്ട. മിസ്റ്റർ ഇവിടെ എന്നോട് പറഞ്ഞു അള്ളാഹിന് ഹിജാബിന്റെ ആവശ്യമില്ല. പറഞ്ഞായിരുന്നോ? ഒരു വരി എടുക്കുക, പിന്നെ അതിന്റെ മിസ്റ്റർ ഇവിടെ പറഞ്ഞായിരുന്നു അള്ളാഹിന് ഹിജാബിന്റെ ആവശ്യമില്ലെന്ന് താങ്കൾ ഇവിടെ പറഞ്ഞായിരുന്നോ? പറഞ്ഞായിരുന്നു. ഏതാണത്? എന്നാ വായിക്ക്. സൂറ 42:51 ആയത്തൊന്ന് വായിച്ചേ. വമ കാന ലിബാശരീൻ അൻ യുകല്ലിമഹു ഇലാഹു ഇല്ല വഹ്യൻ ഔ മിൻ വറായ് ഹിജാബിൻ. എന്താണ് 42-ല് അതിന്റെ അർത്ഥം? 51 സുഹൃത്ത് 42-ല് 51 സൂറ 42:51.
വമകാന ലിബാഷറീൻ എന്ന് പറഞ്ഞാൽ എന്തുവാ? ആൻഡ് നോട്ട് ഈസ് ഫോർ എനി ഹ്യൂമൻ അൻ യുക്കമ്മില്ലഹു Allah should speak to him ഇല്ലാഹു ഇല്ല വഹിയൻ ഔ മിൻ വറാഇ ഹിജാബിൻ. എന്താണ് അതിൻ്റെ അർത്ഥം? പറയൂ മിസ്റ്റർ. അവങ്കിലേക്ക് അവർക്ക് ആൺ മക്കളെയും പെൺമക്കളെയും ഉറക്കെ വായിക്കുക എൻ്റെ സഹോദര. വായിക്കൂ, ഖുറാൻ വായിക്കുമ്പോൾ മര്യാദയ്ക്ക് വായിക്കൂ, ഉറക്കെ സ്പഷ്ടമായിട്ട് വായിക്കൂ. ക്ലാരിറ്റി ഇല്ല. ഉറക്കെ വായിക്കൂ, മൈക്കിൽ വായിക്കൂ. ഇത് കേൾവിക്കാർക്ക് കേൾക്കാനല്ലയോ ഇത് ചെയ്യുന്നേ? 49 മുതൽ വായിക്കുന്നുണ്ട്. ഓക്കെ. ശരി, 49 തൊട്ട് താഴോട്ട് വായിച്ചു, കുഴപ്പമില്ല. '51 വരെ വന്നാ മതി. മിസ്റ്റർ. ഒരു ദിവസം വന്നെത്തുന്നതിന് മുന്നേ നിങ്ങളുടെ രക്ഷിതാവിന്റെ ആഹ്വാനം നിങ്ങൾ സ്വീകരിക്കും. ആ ദിവസത്തെ അടുക്കുന്ന അന്ന് നിങ്ങൾക്ക് യാതൊരു അഭയസ്ഥാനമുണ്ടാകില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും കേൾക്കുന്നുണ്ടോ? എനിക്ക് മാത്രമാണോ ഈ കുറവ് കേൾക്കുന്നത്? ഒന്നും കേൾക്കുന്നില്ല സഹോദര. എന്തുവാ മിസ്റ്ററെ ഇത്? നിങ്ങൾ എന്ത് പരിപാടി കാണിക്കുന്നേ? മൈക്കിനകത്ത് അടുത്തോട്ട് വന്നിട്ട് മിസ്റ്റർ ജിൻ പ്ലീസ്, മൈക്കിന്റെ അടുത്തോട്ട് ആരും കേൾക്കരുതെന്ന് വിചാരിച്ചോണ്ട് തന്നെ വായിക്കുന്നതാ. അതെ. പിന്നെയും മിസ്റ്റർ ജിൻ അത് തന്നെ ചെയ്യുന്നു. താങ്കൾ ശരിയായിട്ട് വായിക്കുന്നില്ല. നിങ്ങൾക്ക് മൈക്കിന്റെ അടുത്ത് പിടിപ്പിച്ച് വായിച്ചു ബ്രദറെ, പ്ലീസ്. ഇനി അവർ തിരിഞ്ഞു കളയുകയാണെങ്കിൽ നിന്നെ നാം അവരുടെ മേൽ പിന്നെയും പോയി അയച്ചിട്ടില്ല. 51 വായിക്കേ, 51 വരെ വായിക്കേ. 51ാമത്തെ ആയത്തിൽ വരണം. പ്രവാചകനോട് പറയണം, ഇനി അവർ തിരിഞ്ഞു കളയുകയാണെങ്കിൽ. ആയിക്കോട്ടെ. പുള്ളി പറഞ്ഞത് കേൾക്കാതെ തന്നിഷ്ടത്തിൽ നടക്കുകയാണെങ്കിൽ ആയിക്കോട്ടെ. എക്സ്പ്ലനേഷൻ വേണ്ട, വായിച്ചാ മതി. ഇത് എന്തിനാ ഇതൊക്കെ? ഒരാവശ്യമില്ല മിസ്റ്റർ. 51ാമത്തെ ആയത്ത് വരെ വാ. നിന്നെ നാം അവരുടെ മേൽ കാവൽക്കാരനായി അയച്ചിട്ടില്ല. നിന്റെ പ്രബോധന ബാധ്യത മാത്രമേ ഉള്ളൂ. തീർച്ചയായും നമ്മുടെ പക്കൽ നിന്നുള്ള ഒരു അനുഗ്രഹം ആസ്വദിപ്പിച്ചാൽ അതിന്റെ പേരിൽ അവൻ ആഹ്ലാദം കൊള്ളുന്നു. അവരുടെ കൈകൾ. ആയത്ത് നമ്പർ പറഞ്ഞേ. 48. പുറകിലോട്ട് പോവാന്നോ? അല്ല, ഈ രണ്ടെണ്ണം. 49 തൊട്ട് മുന്നിലോട്ട് വായിക്കണമെന്ന് പറഞ്ഞു, പിന്നെ പുറകിലോട്ട് പോവാണ് നിങ്ങള്. എന്തോ ഇത് ചെയ്യുന്നേ മിസ്റ്ററെ? നിങ്ങൾ 49 തൊട്ട് മുന്നിലോട്ട് വായിക്കാമെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ 48 എത്തിയോ നിങ്ങള്? മിസ്റ്ററെ, ഒരു കാര്യവും ഇല്ല. നിങ്ങൾ എത്രയും പുറകിലോട്ട് പോയാലും ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ചേരാത്ത സാധനങ്ങളാ. ഇത് കണ്ടിന്യൂറ്റി ഇല്ലാത്ത സാധനമാണ് ഈ ഖുറാൻ എന്ന് പറയുന്ന സാധനം. അതുകൊണ്ട് മേളത്തെ വായിച്ചിട്ടൊന്നും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. പറഞ്ഞു മനസ്സിലായില്ലേ? തലയിൽ മുണ്ടിട്ട് നടക്കുന്ന ആള് വന്നിട്ടുണ്ട് കേട്ടോ. മുകളിലേക്ക് വന്നാ നന്നായിരിക്കും. അവരുടെ ഫലമായി തെറി വിളിച്ച് ശവിക്കുന്ന സാധനമാണോ? തലയില് സ്കേർട്ട് ഇട്ട സഹോദരന്മാരൊക്കെ മേളിൽ കയറാം. തല മുണ്ടിട്ട് നടക്കുന്ന സഹോദരന്മാരൊക്കെ മേളിൽ കയറി വരാം കേട്ടോ. ശപിക്കാനാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. സൈഡ് ശപിച്ചിട്ട് പോകാനാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. വീട്ടിലിരിക്കുന്ന വീട്ടുകാരുടെ മണ്ടയ്ക്ക് ഈ ശാപം കേൾക്കാതിരുന്ന് സൂക്ഷിച്ചാൽ മതി. ക്രിസ്ത്യാനിയുടെ അടുത്തോട്ട് വരുമ്പം വിവരക്കേട് പറഞ്ഞിട്ട്. മിസ്റ്ററെ 51 51.
ഒമാക്കാന ലി ബഷറിൻ അൻ യുകല്ലിമഹു വമകാന ലിബശരീം അൻ യകമ്മില്ലഹു എന്ന് പറഞ്ഞാൽ എന്തുവാ? യുകല്ലിമഹു അല്ലാഹു യുകല്ലിമഹു എന്ന് പറഞ്ഞാൽ എന്തുവാ? ഇല്ലാ വഹിയൻ ഇലാഹു അവിടുന്ന് ഇല്ല വഹിയൻ ഔ മിൻ വറായ് നീ ഹിജാലിൻ ഹിജാബിൻ. ഹിജാബ് എന്ന് വാക്കുണ്ടോ അവിടെ? ആ, ഇനി അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തേ. ഔ യുർസില റസൂലൻ യുർസില റസൂലുൻ ഫയൂഹിയ ബി ബിഇذنിഹി ഇദ്നിഹി മാ മാ യശാഉ യശ്ഹു. മാ യശാഉ അത്ര ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തേ, വേർഡ് ടു വേർഡ്. ഹക്കീം. നേരിട്ടുള്ള ഒരു ബോധനം എന്ന നിലയിലോ മേളിന്ന് വായിക്കും. ഒരു മറയുടെ പിന്നിൽ നിന്നായിക്കൊണ്ടോ. മറയുടെ പിന്നിൽ നിന്ന്. അപ്പൊ അള്ളാഹു എന്തോത്തിന്റെ പുറകില്? ഒരു മറ, ഹിജാബിന്റെ പുറകിലാണ് അള്ളാഹു. സാധനമല്ല, ഒരു മറ. അറബിക്കിലെ വാക്ക് ഇപ്പം താങ്കളാണ് വായിച്ച, കള്ളത്തരം പറയല്ലേ. ഏത് വാക്കാ അവിടെ പറഞ്ഞിരിക്കുന്നേ? ഇവിടെ മറ എന്നല്ലെങ്കിൽ മലയാളത്തിൽ അവിടെ പല കാര്യങ്ങളും എഴുതും, അറബിക്കിൽ വാക്ക് ഏതാന്ന് പറയൂ. ഇവിടെ അല്ലെങ്കിൽ അതേപോലെ എന്തിന്റെ പുറകിലാണ് എന്റെ പൊന്നു സഹോദരൻ? അറബിക്കിൽ എന്ത് വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്? താങ്കൾ ഇപ്പോൾ പറഞ്ഞതാണ് പറയുന്നതാണ് ഹിജാബ്. അപ്പൊ അള്ളാഹ് ഹിജാബിന്റെ പുറകിലാണോ? ഒരു മറയുടെ അള്ളാഹ് ഹിജാബിന്റെ പുറകിലാണോ? ഹിജാബ് എന്ന് പറഞ്ഞ മറ എന്നാണെങ്കിൽ ആയിക്കോട്ടെ, അള്ളാഹ് ഹിജാബിന്റെ പുറകിലാണോ? അള്ളാഹ് ഹിജാബ് ഇട്ടിട്ടുണ്ടല്ലോ, ശരിയല്ലേ? പിന്നിൽ അള്ളാഹ് ഹിജാബ് ഇട്ടിട്ടുണ്ടല്ലോ, ശരിയല്ലേ? ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെ മറ കിട്ടുക അള്ളാഹ്ക്ക്? അത് നമുക്കറിയാമോ? നിങ്ങൾ ഇത് മുഹമ്മദിനോട് ചോദിക്കുന്നത്, ഞങ്ങളോട് എന്തിനാ ചോദിക്കുന്നത് അള്ളാഹ്ക്ക് എങ്ങനെ മറ കിട്ടുന്നതെന്ന്? ഇത് നല്ല കൂത്തായല്ലോ. ഒരു അല്ലാഹു ഇത് ഞങ്ങൾക്ക് അറിയത്തില്ല. മിസ്റ്റർ ജിൻ, നിങ്ങൾ ഞങ്ങളോട് എന്തിനാ ചോദിക്കുന്നത്? അള്ളാഹ് ഹിജാബിന്റെ പുറകിലാണ്. താങ്കൾ എന്തോ എന്നോട് പറഞ്ഞത്? അള്ളാഹ് ഹിജാബിന്റെ പുറകിൽ വരുന്ന ഗതികേട് അള്ളാഹിനില്ല. താങ്കൾ പറഞ്ഞായിരുന്നോ? താങ്കൾ ഇവിടെ പറഞ്ഞിട്ടില്ല. അത് മറക്കല്ല്. മേളിലിട്ടിരിക്കുന്ന തെളിവ്, അടുത്തത് മേളിലിട്ടിരിക്കുന്ന തെളിവ് ഇത് islamweb.net നിന്ന് തന്നെ, ലൈബ്രറിയിൽ നിന്ന് എടുത്തിരിക്കുന്നതാണ്. താങ്കൾക്ക് അത് ഓപ്പൺ ചെയ്യാം. ഞാൻ വായിക്കാം. islamweb.net നിന്ന്, ഇസ്ലാമിക ലൈബ്രറിയിൽ നിന്ന്, അൽ മുസ്തറക് ഓൺ ദ ടു സഹീ ബുക്സ്, രണ്ട് സഹിയായിട്ടുള്ള പുസ്തകങ്ങളിൽ നിന്നാണ് ഇത് എടുത്തിരിക്കുന്നത്. ദ റൂലർ അബു അബ്ദുള്ള മുഹമ്മദ് ബിൻ അബ്ദുള്ള അൽ ഹാക്കിം അൽ നൈസബുരി, അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ നിന്ന്, അൽ മുസ്തറക് ഓൺ ദ ടു സഹി ഹദീസ്. ഇങ്ങനെയാണ് വായിക്കുന്നത്. ഇച്ചിരി താഴോട്ട് വരണം കേട്ടോ, സ്ക്രോൾ ചെയ്ത് ഇച്ചിരി താഴോട്ട് വരണം. എന്നിട്ട് ഇങ്ങനെയാണ് പറയുന്നത്, ഹി സെഡ് then the hour will come upon the worst of the people. ഇത് ആരായി ഹീ സെഡ് എന്ന് പറയുന്നത് മനസ്സിലായോ? വേറെ ആരുമല്ല കേട്ടോ, ഇതെല്ലാം മുഹമ്മദ് ആണ് ഇത് പറഞ്ഞു കൊടുക്കുന്നത്. മൈക്ക് മ്യൂട്ട് ചെയ്യണം സഹോദര പ്ലീസ്, ഞാൻ വായിക്കാൻ പോവാ. He said, then the hour will come upon the worst of the people. അപ്പം അന്ത്യനാള്, ഏറ്റവും വൃത്തികെട്ട ആൾക്കാരുടെ മണ്ടയ്ക്കോട്ട് അന്ത്യനാൾ വരും. Then the angel will stand between the sky and the earth and blow into it. എന്നിട്ട് ദൂതൻ എന്ത് ചെയ്യും? ദൂതന് ആകാശവും ഭൂമിയുടെ ഇടയിൽ നിന്നിട്ട് പുള്ളിക്കാരൻ ഊതും. He will blow the trumpet. താങ്കൾക്ക് കേൾവിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അയക്കുന്നതിൻ്റെ ഇടയ്ക്ക് ചുമ്മാ മൈക്ക് ഓപ്പൺ ചെയ്തിട്ടിരിക്കുന്നത്, ഒന്ന് അടങ്ങിയിരിക്കൂ പ്ലീസ്. വായിക്കട്ടെ, ചോദിച്ചു കേൾക്കും. അള്ളാടെ ശുക്ലം സ്പ്രേയിങ്ങിനെ പറ്റിയാണ് പറയുന്നത് കേട്ടോ. അള്ളാഹ് ശുക്ലം സ്പ്രേ ചെയ്യാൻ പോവുകയാണ്. ഓക്കെ. ആൻഡ് ദ ട്രംപറ്റ് വിൽ ബി ഹോൺഡ്. അപ്പം എന്ത് ചെയ്യും? കാഹളം അപ്പം ധ്വനിക്കും. So there will not remain a creation in the heavens and the earth except that it dies. അപ്പം എന്ത് പറ്റും? ആകാശവും ഭൂമിയുടെ ഇടയിൽ എല്ലാ സൃഷ്ടിയും എന്ത് പറ്റും? മരണപ്പെടും, ഡൈസ്. Except whomsoever your Lord wills.
നിന്റെ നാഥൻ ആഗ്രഹിക്കുന്നവർ ഒഴികെ ബാക്കി എല്ലാവരും മരണപ്പെടും. ആൻഡ് ദെൻ ഇറ്റ് വിൽ ബി ബിറ്റ്വീൻ ദ ടു ബ്ലോസ് ഈസ് വാട്ട് Allah wills, for there is no creation among the sons of Adam except something from him. അടുത്ത ഭാഗം he said, എന്നിട്ട് മുഹമ്മദ് ഇങ്ങനെയാണ് പറയുന്നത്, he said, then Allah sent water from under the throne like men's semen. അല്ലാഹ് എന്ത് ചെയ്യും? അദ്ദേഹത്തിൻ്റെ അർഷിൻ്റെ കീഴിൽ നിന്നും ഒരു തരത്തിലുള്ള വെള്ളം പുറപ്പെടും. ആ വെള്ളം എങ്ങനത്തെ വെള്ളമായിരിക്കും? മനുഷ്യന്മാരുടെ, പുരുഷന്മാരുടെ ശുക്ലം പോലെ ശുക്ലം അല്ലാഹ് പുറപ്പെടുവിക്കും. And then Allah sent water from under the throne like the men's semen. ഒന്ന് ചിന്തിച്ചു നോക്കുക, അല്ലാഹ് മനുഷ്യരുടെ, മുസ്ലിങ്ങളുടെ എല്ലാവരുടെയും മണ്ടയ്ക്ക് അള്ളാഹയുടെ ശുക്ലം ഇടുകയാണ്. ആൻഡ് their flesh and corpse will grow. അപ്പം എന്ത് പറ്റും? ഈ മുസ്ലിങ്ങളുടെ എല്ലാം ശരീരത്തിൽ മാംസം എല്ലാം വരും. ഫ്രം ദാറ്റ് വാട്ടർ, അവരുടെ ശരീരത്തെല്ലാം മാംസം എല്ലാം പിടിച്ച് വരും. ആ വെള്ളം കാരണം, അള്ളാഹയുടെ ശുക്ലം കാരണം അവരുടെ മാംസം എല്ലാം വരും. ആസ് ദി എർത്ത് ഗ്രോസ് ഫ്രം ദി എർത്ത്, ഭൂമിയിൽ നിന്നും ഭൂമി എങ്ങനെ ഉണ്ടാകുന്നു അതുപോലെ മനുഷ്യരുടെ അസ്ഥി മാംസം എല്ലാം ഉണ്ടായി വരും. പറഞ്ഞ് മനസ്സിലായോ? അള്ളാഹയുടെ ഗർഭപാത്രം, അള്ളാഹയുടെ ഗുഹ്യഭാഗം കയറി പിടിക്കുന്നു, ഇതുവരെ വിട്ടിട്ടില്ല. അള്ളാഹയുടെ അർഷിൻ്റെ കീഴിൽ നിന്നും അള്ളാഹ് ഒരു പൈപ്പ് ഇട്ടിട്ടാണോ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല, അള്ളാഹയുടെ ലൈംഗിക ഭാഗത്തിൽ നിന്നായിരിക്കും മനുഷ്യരുടെ മേൽ അള്ളാഹ് ശുക്ലം പുറപ്പെടുവിക്കും, ശുക്ലത്തിൻ്റെ മഴ പുറപ്പെടുവിക്കും. അതായത് ചെടിക്കൊക്കെ വെള്ളം നനയ്ക്കാൻ നമ്മൾ സ്പ്രേ അടിക്കത്തില്ലേ മരങ്ങളുടെയും ചെടിയുടെ മുകളില് എന്ന് പറഞ്ഞതുപോലെ ലോകത്തിന്റെ മുകളിലെല്ലാം സ്പ്രേ അടിക്കും അല്ലേ? പുള്ളി സ്പ്രേ അടിക്കും. ചെടിക്കകത്ത് നമ്മൾ വെള്ളം ഒഴിക്കുമ്പം ചെടിക്ക് ജീവൻ വെക്കുന്നത് പോലെ അള്ളാഹയുടെ സ്പ്രേ അടിക്കുമ്പോൾ, അള്ളാഹയുടെ ശുക്ലം അള്ളാഹ് സ്പ്രേ അടിക്കുമ്പം അവൻ എല്ലാ മുസൽമാൻ്റെ മണ്ടയ്ക്കും വീണ് കഴിഞ്ഞിട്ട് മുസൽമാനെല്ലാം ജീവൻ വെക്കും. ഇത് കാവ്യാത്മകമാണ് ബ്രദറെ. ഇത് വെള്ളം മഴ വീണതിനെ കുറിച്ച് ഒരു കാവ്യാത്മനെ കുറിച്ച് പറഞ്ഞ നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. മേളി വീഴുന്ന സാധനം പക്ഷെ വേറെയാ ജോസഫ് അച്ഛാ, മനസ്സിലായില്ലേ? കാവ്യാത്മകമാണെങ്കിൽ ഇവന്മാരുടെ മണ്ടയ്ക്ക് വീഴുന്ന സാധനം വേറെ സാധനമാ. ഇത് ഞാൻ പറയുന്നതല്ല, ഇത് നിങ്ങളുടെ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്ന നജീബെ റെഫറൻസ് എടുത്തോണ്ട് പൊക്കോണം കേട്ടോ. ഇനി റെഫറൻസ് എടുക്കാതെ വായിച്ചു എന്നൊക്കെ ഇവിടെ വന്ന് പറയരുത്. മക്മൽ, നജീബ്, മുസ്ലിം സുഹൃത്തുക്കളെല്ലാം അള്ളാഹ് പുരുഷന്റെ ശുക്ലം പോലെ അള്ളാഹ് ശുക്ലം പുറപ്പെടുവിക്കും. അപ്പം അള്ളാഹിന് എന്തൊക്കെ ഉണ്ട്? അള്ളാഹിന് ഒരു ഗർഭപാത്രമുണ്ട്, ഗർഭപാത്രം അള്ളാഹയുടെ സാധനത്തെ കയറി പിടിക്കുന്നു, അള്ളാഹയുടെ സാധനമുണ്ട്, അത് അർഷിൻ്റെ കീഴിൽ നിന്നും ശുക്ലം പുറപ്പെടുവിക്കുന്നു. എങ്ങനെയുണ്ട്? അതായിരിക്കും അവിടെ ചെന്ന് കഴിഞ്ഞാ ഇവര് ബന്ധപ്പെടുമ്പോ 1000 വർഷം നിൽക്കുമെന്നൊക്കെ പറയുന്ന പോലെ ഇപ്പം ഗർഭപാത്രം അവിടെ കയറി ഇരിക്കുകയാണല്ലേ ഫൈനൽ സ്പ്രിംഗ്ലിങ്ങിന് വേണ്ടിയിട്ട്. കാര്യമൊക്കെ ഇപ്പോഴാ മനസ്സിലാകുന്നത്. എല്ലാ പീസസ് ഓഫ് ദ പസിൽസ് ആർ ജോയിനിങ് ടുഗദർ. യെസ്, അതെ അതെ അതെ. ഈ അതാ ഞാനിവിടെ വൃത്തികേടുകളെല്ലാം ആദ്യം വിശ്വസിച്ചിട്ട് ഞാനതാ പറഞ്ഞേ, ഈ ഭ്രാന്ത് ഇന്നലെ മാരി ഇമ്മാനുവൽ ബിഷപ്പിനെ കുത്തിയവന് ഭ്രാന്ത്, അതിനു മുമ്പ് ഒരുത്തന് ഭ്രാന്ത്, ഇവിടെ ഒരു മുസ്തഫ എന്ന് ഭ്രാന്താണെന്നും പറഞ്ഞിട്ട് ഇവർക്കെല്ലാം അല്പം ഭ്രാന്തില്ലാത്തവർക്ക് ഇങ്ങനെ എഴുതി വെക്കാനോ ഇങ്ങനെയൊക്കെ ഇവരുടെ ദൈവികമായ കിതാബിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ എഴുതി വെക്കാനോ അത് വായിച്ചിട്ട് ഇത് വിശ്വസിക്കാനോ ഭ്രാന്തില്ലാത്തവർക്ക് കഴിയുമോ? ഇപ്പൊ ഈ മുസ്ലിം ഇസ്ലാം എന്ന് പറഞ്ഞാലേ ഒരു ഭ്രാന്ത് തന്നെയല്ലേ? ഈ വായിച്ചു കേട്ടതൊക്കെ എന്തുവാ? ഇതൊക്കെയാണോ ദൈവികം സഹോദരന്മാരെ? ഇവരുടെ കിതാബിൽ റെഫറൻസ് ഇല്ലാതെ ഒന്നും ഇവിടെ വായിച്ചിട്ടില്ല. നമ്മൾ ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ചിരി വരും. പക്ഷെ നോക്കൂ, ഈ മിസ്റ്റർ അദ്ദേഹം പറഞ്ഞു അവര് ജിന്നാണെന്ന് പറഞ്ഞു. ഞാനൊരു ജിന്നാണെന്ന് മിസ്റ്റർ പറഞ്ഞു. അതിനു മുമ്പ് മക്മൽ ഇവിടുന്ന് രക്ഷപ്പെട്ടോടി. ഇടയ്ക്ക് തലയിൽ മൂണ്ടിട്ട് ദാരിമ്യം വന്ന് 5 മിനിറ്റ് ഇരുന്നില്ല, ഓടി. അപ്പൊ നിങ്ങൾ ഇതൊക്കെ വിശ്വസിക്കുന്നത് എന്തിനാണ് മിസ്റ്റർ? വൈ ഡു യു ബിലീവ് ദിസ്? എന്തിനാണ് നിങ്ങൾ ഇതൊക്കെ വിശ്വസിക്കുന്നത്?
ഇതിനെയൊക്കെ ഡിഫെൻഡ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണോ? ഈ കിതാബ് ഒന്നും ഇല്ല എന്ന് പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? ഈ പറഞ്ഞ റെഫറൻസ് ഒന്നും ഇല്ല എന്ന് പറയാൻ പറ്റുമോ? അപ്പൊ നിങ്ങളുടെ ഇതൊക്കെ എഴുതി വെച്ച നിങ്ങളുടെ പണ്ഡിതന്മാർക്കും വട്ടായിരുന്നു. ഇതെല്ലാം കിതാബില് ജിന്ന് എന്നൊരു ചാപ്റ്റർ, ജിന്നുകൾക്ക് ഖുറാൻ കേട്ട ഉടനെ അവർക്ക് സന്മാർഗം കിട്ടി. എന്നിട്ട് അള്ളാഹു അവര് മുസ്ലിങ്ങളായിട്ട് ജീവിച്ച അവർക്ക് പച്ചവെള്ളം സമ്മാനമായിട്ട് കൊടുക്കുന്നൊക്കെ പറയുക. എന്തുവാ ഇത്? എന്തുവാ ഇത് ബ്രദറെ? വാട്ട് നോൺസെൻസ് ഇസ് ദിസ്? എന്നാ സിസ്റ്റർ പച്ചവെള്ളമോ? അത് കേട്ടില്ലായിരുന്നു. അല്ല അല്ല ഇതില് നമ്മൾ ഇത്രമാത്രം ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. ഇത് മാരണം പിടിച്ച ഒരാൾ എഴുതി വെച്ചിരിക്കുന്ന ഉണ്ടാക്കിയ അല്ല മതമല്ലേ. എന്റെ വീഴ്ച. അപ്പൊ എന്നാൽ പിന്നെ ഈ ഇവർക്കൊക്കെ പച്ചവെള്ളം, മാരണം തന്നെയല്ലേ. അല്ല എന്നാൽ ഈ പച്ചവെള്ളം കൊടുക്കുമെന്ന് പറയുമ്പോഴത്തേനും അങ്ങോട്ട് വിശ്വസിക്കാൻ ഒരു ബുദ്ധിമുട്ട്. അയ്യോ, ആ ഖുറാൻ വചനാണ്. മരുഭൂമിയിലെ വെള്ളത്തിനൊക്കെ നല്ല വിലയാ. മരുഭൂമിയിലെ പച്ചവെള്ളത്തിനൊക്കെ നല്ല വില. ഞാൻ വിചാരിക്കുന്ന മിസ്റ്ററിന് ഷോക്ക് അടിച്ചിട്ട് മിസ്റ്റർ അത് ഈ മിസ്റ്ററെ അവിടെ എങ്ങാനും ഉണ്ടോ? അത് ഈ തലക്കകത്തൂടെ ഇടിവാള് വെട്ടിയിട്ടിരിക്കുക, അതുകൊണ്ട് അനങ്ങാത്ത 11 KV കയറി പിടിച്ച മാതിരി ആയിപ്പോയി ആയിപ്പോയി. മിസ്റ്ററെ. ഞാൻ പറഞ്ഞില്ല മിസ്റ്ററെ, എത്ര തൊടുക മിസ്റ്ററിനെ ഞാൻ ഫേമസ് ആക്കും മിക്കവാറും. മിസ്റ്റർ ഇപ്പം എന്തൊക്കെ പറഞ്ഞു? അള്ളാ ഹിജാബിന്റെ പുറകിലാണ്. മിസ്റ്റർ തന്നെ പറഞ്ഞു അങ്ങനെ ഒരു സാധനം ഇല്ല, അത് തെളിയിച്ചു പുസ്തകത്തിൽ നിന്ന്. മിസ്റ്റർ ഇവിടെ പറഞ്ഞു അള്ളാന്റെ ഗർഭപാത്രം ഇല്ല. മിസ്റ്റർ തന്നെ വായിച്ചു അള്ളാടെ ഗർഭപാത്രം അള്ളാടെ സാധനത്തെ കയറി പിടിക്കുന്നു. മിസ്റ്റർ ഇവിടെ പറഞ്ഞു അള്ളാ ശുക്ലം പുറപ്പെടുവിക്കുന്നില്ല. ഞാനിവിടെ തെളിവ് വായിച്ചു, അള്ളാടെ ശുക്ലം പുരുഷന്മാരുടെ ശുക്ലം പോലെ ഉണ്ട്. ഇങ്ങനെ മിസ്റ്റർ ഇനിയും വല്ലതും വേണോ? ഇനിയും വല്ലതും വേണോ? ആരോ എഴുതിയൊരു ബുക്ക് എടുത്തിട്ട് അത് ഇനി ആരോ എഴുതിയ ബുക്ക് ഇപ്പൊ ഏതാണ്ട് സമാധാനമായില്ലേ? അച്ഛനും അമ്മ ഇല്ലാത്തൊരു ബുക്ക് എടുത്ത് വന്നിട്ട് അതെ ഞാൻ അതെ, വായിച്ചിട്ട് അച്ഛനും അമ്മയും ഇല്ലാത്ത ബുക്കാണോ ഈ പറഞ്ഞ സാധനം? അല്ലല്ല, അച്ഛനും അമ്മയില്ല അമ്മ മുഹമ്മദിന്. ഇല്ലാത്ത ഒരാൾ എഴുതിയ ബുക്ക്, അച്ഛനും അമ്മ ഇല്ലാത്ത ഒരാൾ എഴുതിയ ബുക്ക് വെച്ചിട്ടല്ലേ നീയൊക്കെ ഈ 5 നേരം കുമ്പിടുന്നത്? അതിനെന്താ നിനക്ക് പ്രശ്നം? എനിക്ക് പ്രശ്നം. നീ ഇപ്പൊ എന്തിനാ ഇവിടെ വന്നിരുന്ന് ഇത് പറയുന്നേ? എന്റെ ദൈവം. നീ അപ്പനും അമ്മ ഇല്ലാത്ത ഒരാൾ എഴുതി, ആരാന്നറിയാത്ത ഒരാൾ എഴുതി വെച്ച ബുക്ക് എടുത്ത് വെച്ചിട്ട് ബിജു ബ്രദർ ഒന്നും കേട്ടില്ല. ഏതായാലും അള്ളാഹുവിന്റെ എന്താണ് പിടി ഒന്ന് വിടുവിച്ചിട്ടേ പോകാവേ ഇന്ന്. ഇല്ല, ഞാൻ അല്ലെങ്കിൽ വല്ലാണ്ട് യൂട്യൂബിൽ കണ്ടോണ്ടിരിക്കുകയായിരുന്നു. പിടിവിട്ടിട്ടില്ല, ഇപ്പോഴും പിടിച്ചിട്ടിരിക്കുക. അള്ളാടെ ഗർഭപാത്രം ഇപ്പൊ അള്ളാടെ സാധനത്തെ ഇപ്പൊ ഇതുവരെ കേറി പിടിച്ചിട്ടിരിക്കുക. മിസ്റ്റർ ജിന്ന് അപ്പൊ ഇതുവരെ പിടിവിട്ടിട്ടില്ല. ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുകയാണോ? തമത്തു എന്ന് പറഞ്ഞ തമത്തുമൊക്കെ അവിടെ ഇരിക്കട്ടെ. തമത്തുമൊക്കെ ഞാൻ ഇന്നലെ തന്നെ തെളിയിച്ചതാണ്. ഇനി അടുത്ത ഭാഗത്തിൽ തരാം. തമത്തു അല്ല ഇവിടുത്തെ വിഷയം. അള്ളാടെ പിടി ഇതുവരെ വിട്ടിട്ടില്ല. അള്ളാടെ ഗർഭപാത്രം അള്ളാടെ സാധനത്തെ കയറി പിടിച്ചിരിക്കുകയാണ്. തമത്തു ഇതുവരെ ചെയ്യാണെന്നാ പിടിവിട്ടിട്ടില്ല. പറഞ്ഞത്. മിസ്റ്റർ പറഞ്ഞത് തമത്തു ചെയ്യായിരിക്കും ഗർഭപാത്രം. തമത്തു അത്ര അള്ളാ തമത്തു ചെയ്യുമായിരുന്നു മിസ്റ്ററെ. അതൊക്കെ നിന്റെ മറ്റേ ചെയ്യണ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കിയാ മിസ്റ്റർ എന്റെ പൊന്ന് മിസ്റ്ററെ, ഇങ്ങനെ ദേഷ്യപ്പെടാവോ എന്റെ പൊന്ന് സഹോദര? നിങ്ങളുടെ അള്ളാനെ പറ്റി പറയുമ്പം നിങ്ങൾ വെറുതെ ഇത്രയും ദേഷ്യപ്പെടേണ്ട ആവശ്യമില്ലല്ലോ. ചെയ്യും കൺട്രോൾ കൺട്രോൾ പോയി പുള്ളിയുടെ. മിസ്റ്റർ താങ്കൾ ഇന്നലെ എന്നോട് പറഞ്ഞായിരുന്നു ഞാൻ ബുഖാരി മാത്രമേ അംഗീകരിക്കത്തുള്ളൂ, ബുഖാരിയിൽ നിന്ന് കാണിക്കാമെന്ന് താങ്കൾ ഇന്നലെ എന്നോട് പറഞ്ഞായിരുന്നു. യെസ് നോ? തമത്തുവിന്റെ കാര്യല്ലേ? താങ്കൾ ഇന്നലെ എന്നോട് ഞാൻ ബുഖാരി മാത്രമേ അംഗീകരിക്കത്തുള്ളൂ എന്ന് താങ്കൾ ഇന്നലെ പറഞ്ഞായിരുന്നോ? ഉണ്ടോന്ന് ഞാൻ ചോദിച്ചത്. താങ്കൾ ഇന്നലെ എന്നോട് പറഞ്ഞായിരുന്നോ ഞാൻ ബുഖാരി മാത്രമേ അംഗീകരിക്കത്തുള്ളൂ? നസ്രീം ബ്രദർ, ഇന്ന് പുള്ളി ഖുറാൻ മാത്രമല്ലേ അംഗീകരിക്കുന്നുള്ളൂ. അപ്പോൾ ഒരു കാര്യം ചെയ്യട്ടെ, പുള്ളി ഈ 5 നേരം കുമ്പിടുന്നത് എങ്ങനെയാണെന്നും എത്ര നേരം കുമ്പിടണമെന്നുള്ളതൊന്നും ഖുറാനിൽ നിന്ന് കാണിക്കട്ടെ. ഇല്ല അയ്യോ, മാറ്റില്ല ബിജു ബ്രദറെ, അവിടോട്ട് ഒന്നും പോകുന്നില്ല. ഇപ്പൊ അള്ളാടെ സാധനത്തെ കയറി ഇപ്പൊ പിടിച്ചിരിക്കുകയാണ്. അള്ളാടെ ഗർഭപാത്രം ഇതുവരെ വിട്ടിട്ടില്ല. ഇദ്ദേഹം ഇനി തെളിവ് കൊണ്ടുവരണം. അള്ളാടെ ഗർഭപാത്രം അള്ളാടെ സാധനത്തിൽ നിന്ന് കൈവിട്ടു. അപ്പൊ ഒരു സംശയം ചോദിച്ചോട്ടെ, അങ്ങനെയാണെങ്കിലേ ഈ അല്ലാഹു പുരുഷനാണോ അതോ സ്ത്രീയാണോ? മിക്സ്ഡ് ട്രാൻസ്. അദ്ദേഹമാണ് ആദ്യമായിട്ട് ഇത് പ്രൊമോഷൻ ഓഫ് ട്രാൻസ് പുള്ളിയാണ് ചെയ്തത്. പുള്ളി ഭയങ്കര സപ്പോർട്ടറായിരുന്നു, LGTV സപ്പോർട്ടറായിരുന്നു. അല്ല ബോബി പാസ്റ്റർ അറിയില്ലേ, സാത്താന് ആൺവേഷവും പെൺവേഷവും കെട്ടാൻ കഴിയും. ഈവൻ മൃഗങ്ങളുടെ രൂപത്തിലേക്ക് വരെ മാറാൻ പുള്ളിക്ക് കഴിയും.
ഓ, അങ്ങനെ. അത്രയ്ക്കും വിവരം ഉണ്ടല്ലോ പുള്ളിക്ക്. അർദ്ധനാരീശ്വരൻ. അർദ്ധനാരീശ്വരൻ. അർത്ഥനാരീശ്വരൻ. അർദ്ധനാരി ഈശ്വരൻ. ആ സദസ്സിലിരിക്കാൻ പാടുണ്ടോ? എന്ത്? സഹോദരി അല്ല ഈ മിസ്റ്റർ ഈ വൃത്തികേടൊക്കെ എഴുതി വെച്ചിട്ട് ഞങ്ങൾ ഇത് വായിക്കുമ്പോഴാണോ നിങ്ങൾക്ക് ഈ ബുദ്ധിമുട്ടുണ്ടാകുന്നത്? സത്യസന്ധമായിട്ട് ഞങ്ങൾ ഇതെടുത്ത് വായിച്ചു നിങ്ങളെ കൊണ്ട് വായിപ്പിച്ചിട്ട് ഞങ്ങൾ ഈ കാര്യങ്ങൾ കാണിക്കുമ്പം ഞങ്ങൾ തെറ്റുകാരായോ മിസ്റ്ററെ? വിശ്വസിക്കണം. ഞാനൊന്ന് വായിച്ചു തരട്ടെ ഒരു ആ മിനിറ്റ്. നിങ്ങളത് വായിക്കും. നിങ്ങൾ എവിടെ വായിക്കാനാ? പ്രിയമെന്ന ഇല്ല സ്ത്രീ ഇയാള് ഏത് ഭാഗം സീറത്തുൽ ഇവിടെ നിക്ക്. സൂറ ജിന്ന് വായിക്കാദ്യം. അത് വായിക്കാനല്ലേ അങ്ങനെ വന്നത്? തൈലമെടുത്ത് മറ്റേ സുഗന്ധ തൈലമെടുത്ത് കാലിൽ പൂശി അതെടുത്തു തേച്ചു, കാലിൽ തേച്ചു. അതുകൊണ്ട് എന്ത് പറ്റി? ദൈവം മിസ്റ്ററെ എന്ത് പറ്റി? ഇതൊന്നും അല്ല ഞങ്ങളുടെ അതുകൊണ്ട് എന്ത് വിഷയം. പറ്റി? ഇതൊന്നുമല്ല, അതൊന്നും ദൈവം ഞങ്ങൾക്ക് പ്രശ്നമുള്ള കാര്യമല്ല മിസ്റ്ററെ. അതൊന്നും ഞങ്ങൾക്ക് സുഗന്ധദ്രവ്യം എടുത്ത് പ്രശ്നമുള്ള കാലിൽ കാര്യമല്ല തേച്ചു. മിസ്റ്ററെ. മുറിയിലേക്ക് ഇതൊന്നും ഞങ്ങൾക്ക് പ്രശ്നമുള്ള കാര്യമല്ല. മിസ്റ്റർ യേശു ജിന്നിന് മുറിയിലേക്ക് കൊണ്ടുപോയി വെള്ളം കൊടുക്കും അല്ലാഹു. അതൊന്ന് മിസ്റ്റർ ജിൻ, വായിച്ച്. മുസ്ലിം എല്ലാം ആയതിന് നടന്നു. പ്രതിഫലമായിട്ട് അള്ളാഹു ജിന്നുകൾക്ക് വെള്ളം കൊടുക്കും, ധാരാളം വെള്ളം കൊടുക്കും. അതൊന്ന് വായിച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത്. അല്പം സോഡ എങ്കിലും കൊടുക്കായിരുന്നില്ലേ? നാളത്തെ നമ്മുടെ ചാനലിലെ ഒരു ടൈറ്റിലായിട്ട് ഇത് കയറ്റും കേട്ടോ അല്ലേ സിസ്റ്ററെ? ജിന്നിന് വെള്ളം യേശു ഏത്? കൊടുക്കും അല്ലാഹു. ജിന്നിന് മിസ്റ്ററെ വെള്ളം കൊടുക്കുന്നുണ്ട്. മുസ്ലിം ഇതൊന്നും ആയത് ഞങ്ങളുടെ വിഷയമല്ല മിസ്റ്ററെ. ഇവിടെ അള്ളാഹുവിന്റെ ഗർഭപാത്രം അള്ളാഹുടെ സാധനത്തെ കയറി പിടിച്ചതാണ് നമുക്ക് പ്രശ്നം. അതിനെപ്പറ്റി പറ. നിങ്ങൾ ചുമ്മാ അത് അവിടെ ഇവിടെ നടക്കല്ലേ. എന്തായി കാണിക്കണേ? അപ്പൊ ഇദ്ദേഹം സമ്മതിച്ചല്ലേ? എന്നാണ് സമ്മതിച്ചോ മോശം ഇല്ലയോ? എന്താണ് അവരോട് ഇങ്ങനെ ഇടപഴകുന്നത്? മിസ്റ്ററെ സമ്മതിച്ചോ ഇല്ലയോ? അറിയില്ല. അള്ളാഹിക്ക് ഹിജാബ് ഉണ്ടെന്ന് സമ്മതിച്ചായിരുന്നോ? അള്ളാഹ്ക്ക് ഹിജാബില്ല. താങ്കൾ തന്നെ ഖുറാനിൽ നിന്ന് വായിച്ചത് ഉണ്ടെന്ന് താങ്കൾ തന്നെയാ വായിച്ചത്. അറിയണം. സാഹിത്യമാണ്, ഉത്കൃഷ്ടമായ സാഹിത്യമാണ്. അതൊക്കെ മനസ്സിലാക്കാൻ. അവിടെ സാഹിത്യമാണെന്നൊന്നും എഴുതിയിട്ടില്ല. അത് ആകാശം ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. അവിടെ എഴുതിയിട്ടില്ല സാഹിത്യമാണെന്ന്. ഇനിയും അള്ളാഹിക്ക് മിസ്റ്ററെ ഹിജാബിന്റെ പുറകിലാണ് എന്ന് നമ്മൾ ഇവിടെ വായിച്ചു. അള്ളാഹിന് ഗർഭപാത്രം ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ വായിച്ചു. ശരിയല്ലേ? അവിടെ ഇരിക്കുന്ന നമുക്ക് ആ കാര്യം പറഞ്ഞിട്ടില്ല. അള്ളാഹിക്ക് ഗർഭപാത്രം ഉണ്ടെന്ന് നമ്മൾ വായിച്ചില്ലേ? ഇപ്പോ പുറകിൽ ഇരുന്നു എന്ന് വിചാരിച്ചു. അതിനെന്താ തെറ്റ്? എന്താ പ്രശ്നം? ഒരു പ്രശ്നം. നമുക്ക് എന്നാ പ്രശ്നം? അള്ളാഹുടെ ഗർഭപാത്രം അള്ളാഹി കയറി പിടിക്കുന്നു, അവർ രണ്ടും തമ്മിൽ തീരുമാനം. നമുക്ക് എന്നാ പ്രശ്നം? പക്ഷെ പുള്ളിക്കാരത്തി എന്താ അള്ളാഹിനെ വിടാഞ്ഞ? എന്താ ചെറിയൊരു കൈതക്കുട്ടിയുടെ പുറത്ത് പുള്ളിക്കാരത്തി എന്താ വിടാഞ്ഞേ? പുള്ളിക്കാരത്തി അള്ളാഹിനെ വിടാഞ്ഞത് എന്താ? ഒന്നും അങ്ങനെ സംഭവം ഇല്ലല്ലോ. ഗർഭപാത്രം ഇങ്ങനെ നടന്നു പോയിട്ട് പോയി പിടിക്കുക. എന്താ അതൊന്നുകൂടെ ഹദീസ് ഒന്നുകൂടെ ഒന്ന് വായിച്ചേ. ഹദീസ് അല്ലല്ലോ, നിങ്ങൾ ഖുർആൻ എടുക്കുക. ഹദീസ് ബുഖാരിക്കകത്തുനിന്ന് താങ്കളാ ഇന്നലെ പറഞ്ഞത് ഞാൻ ബുഖാരിക്കകത്തുനിന്ന് എടുക്കത്തുള്ളൂ. താങ്കൾ ആ ബുഖാരിയുടെ ഹദീസ് ഒന്നുകൂടെ ഒന്ന് വായിച്ചേ. അതൊന്നും എടുക്കണ്ട. ഓരോ അതെന്നെ നാണക്കേടായോ? അപ്പൊ എടുക്കണ്ടെന്ന് ഇപ്പം പറയുന്നത് നാണക്കേടായോ? ഖുർആനിൽ നിങ്ങൾ ഏത് അക്ഷരം ഏത് വാചകങ്ങൾ മിക്സാക്കി ചോദിച്ചോ, കുഴപ്പമില്ല. ഇപ്പൊ താങ്കൾ ഖുർആൻ ഓൺലി ആയോ? ഹദീസ് തള്ളാമോ? ഹദീസ് തള്ളലല്ല, ഹദീസ് ദായിഫ് എന്നൊരു സാധനം ഉണ്ടോ? ഇത് ദായിഫ് അല്ലല്ലോ. ബുഖാരി ദായിഫ് ആയോ? അപ്പോ എത്രയുണ്ട് ബുഖാരിയിൽ? ബുഖാരി ദായിഫ് ആണോ? എത്രയുണ്ട്? ആര് പറഞ്ഞു ബുഖാരി ദായിഫ് ആണെന്ന്? ഏതെങ്കിലും ഇസ്ലാമിക സ്കോളർ, ഒഫീഷ്യലായി ഇസ്ലാമിക പണ്ഡിതനായ ഏതെങ്കിലും ഒരു പണ്ഡിതൻ ബുഖാരിക്കകത്തുള്ള ഹദീസ് ദായിഫ് ആണ് എന്ന് പറഞ്ഞ ഒരൊറ്റ റെഫറൻസ് കൊണ്ടുതാ. വളച്ചൊടിക്കരുത്. ഞാൻ മിസ്റ്റർ ബുഖാരിക്കകത്തുള്ള റെഫറൻസ് ദായിഫ് ആണ് എന്ന് താങ്കൾ പറഞ്ഞതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പണ്ഡിതന്റെ പേര് പറയൂ. ബുഖാരിയിൽ ദായിഫും ഉണ്ട്. വെറും ബുഖാരിക്കകത്ത് ദായിഫ് ഉണ്ട് എന്ന് പറഞ്ഞ ഏതെങ്കിലും ഒരു പണ്ഡിതനെ എടുത്തോണ്ട് വരൂ. അത് ഞാൻ ഇപ്പൊ കൈകൊണ്ട് എടുത്തോണ്ട് വരാൻ പറ്റുന്നില്ല. കൈകൊണ്ടല്ല, കാലുകൊണ്ട് എടുത്തോണ്ട് വന്നാൽ മതി. ഇവിടെ തന്നെ നിൽക്കുകയാണ്. താങ്കൾ എടുത്തോണ്ട് വാ പോയി. എന്തെങ്കിലും വിവരക്കേട് മിസ്റ്ററെ ഇവർക്കൊന്നും അറിയില്ല മിസ്റ്റർ. ഇതിന്റെ അന്തർലീനമായ അർത്ഥമൊന്നും അറിയില്ല പാവങ്ങൾക്ക്. അല്ലേ മിസ്റ്ററെ? പാവങ്ങൾ. ആരും വേണ്ട കേട്ടോ. തന്നെ മതി. മിസ്റ്റർ ജിൻ ബുഖാരിക്കകത്ത് ദായിഫ് ആയിട്ടുള്ള ഹദീസുകളുണ്ട് എന്ന് പറഞ്ഞ ഒരു പണ്ഡിതന്റെ പേര് കൊണ്ടുവരും. അല്ലെങ്കിൽ താങ്കൾ ഇവിടെ ക്ഷമ ഇപ്പം പറയണം. ഞാൻ പറഞ്ഞത് അറിവില്ലായ്മയിലൂടെ പറഞ്ഞു. എനിക്കറിയത്തില്ലായിരുന്നു ഇതിനെപ്പറ്റി.
ഒരിക്കലും ഷൺമുഖം ചോദിക്കൂല. കാരണം വെച്ചാൽ എനിക്കറിയാം ഇതുപോലത്തെ ഹദീസുകളൊക്കെ ഉണ്ടെങ്കിൽ ആരാ അത് പറഞ്ഞത് താങ്കളോട് ഈ വിവരക്കേട് ആരാ പറഞ്ഞെന്നറിയാവോ? അങ്ങനെ ഒരു സംഭവം ഇല്ല. ഇല്ലാത്ത സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് താങ്കളോട് ഇത് പറഞ്ഞത്? ബുഖാരിക്കകത്ത് ദായിഫ് ഹദീസുകളുണ്ട്. ഉണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. ആര് പറഞ്ഞെന്ന്? ആര് പറയേണ്ട കാര്യം എന്തിനാന്ന്? നമ്മൾ അറിവ് വെച്ചിട്ട് നമ്മൾ തന്നെ കണ്ടുപിടിക്കില്ല. മിസ്റ്റർ ജിൻ, ഹൂ ആർ യു? ഐ ആം ദി പെർഫെക്റ്റ് മാൻ. ബ്രദറെ എനിക്ക് ഒരു വയ്യ, കാര്യമുണ്ട് ചിരിച്ച് കേട്ടോ ചിരിച്ച് മിസ്റ്റർ, ഒരു എനിക്ക് കാര്യമുണ്ട് കേട്ടോ. ചിരിച്ചിട്ടുള്ള താങ്കള് ദിവസമാണല്ലോ. ഫുൾ എന്റർടൈനിങ് ആണ് കേട്ടോ. ഒരു രക്ഷയുമില്ല, ഒരു പറയാതിരിക്കാൻ പറ്റത്തില്ല. യു ആർ എന്റർടൈനിങ്. നിങ്ങളെ പോലെയുള്ള 4-5 ഉണ്ടെങ്കിലുണ്ടല്ലോ ഇസ്ലാമിനെ മിക്കവാറും മയ്യത്താക്കും നിങ്ങൾ. എനിക്കൊരു സംശയമുണ്ട്. ഇവരൊക്കെ കേറി വരുന്നത് അവർക്ക് ഇവരൊക്കെ ഓൾറെഡി മുർത്തതാന്ന് മനസ്സിലാവുന്നില്ല. തോന്നുന്നു കേട്ടോ. അതും ഇവരൊക്കെ ഇതൊക്കെ ഇവരെല്ലാം ഓൾറെഡി മുർത്തതാന്ന് തോന്നുന്നു. അതുകൊണ്ട് ഇവര് കയറി ഒന്ന് ഇങ്ങനെ മെഴുകുമ്പോ നമ്മൾ ശരിക്കും കൊടുക്കുമല്ലോ. എന്നാ പുള്ളിക്ക് രണ്ടെണ്ണം കിട്ടിക്കോട്ടെന്ന് വിചാരിച്ച് മനഃപൂർവ്വം ഈ മിസ്റ്ററൊക്കെ കയറി വരുന്നതാണെന്നാണ് ഇപ്പോഴത്തെ എന്റെ വിശ്വാസം. അറിഞ്ഞോണ്ട് പോയി. പക്ഷെ ഞാൻ എടുക്കാതെ ഇരുന്ന ഒരു സാധനവും അല്ല. പുള്ളി വെറുതെ ചൊറിഞ്ഞ് ഇവിടം വരെ എത്തിച്ചതാ. ഈ നസറേമ്പറിന് എല്ലാത്തിനും കാരണക്കാരൻ ഈ മിസ്റ്റർ വരുമ്പോ ഇച്ചിരി ബോധം വെളിവൊക്കെ ഉണ്ടായി. ഇപ്പൊ ജിന്ന് മാത്രമായി. എനിക്കിപ്പോഴും വെളിവുണ്ട്, ബോധമുണ്ട്. എന്ന വെളിവുണ്ട് ബോധവും ഉണ്ടെങ്കിൽ ആദ്യം ഇത് പറ. അള്ളാടെ ഗർഭപാത്രം അള്ളായെ കയറി പിടിച്ചതിന് ശേഷം അള്ളായെ വിട്ടോ ഇല്ലയോ? ബൈബിൾ നിങ്ങൾ എടുക്കില്ലല്ലോ. അള്ളാടെ ഗർഭപാത്രം അള്ളായെ കയറി പിടിച്ചതിന് ശേഷം അള്ളായെ വിട്ടോ ഇല്ലയോ? അത് പറ ആദ്യം. എന്തിനാണ് യേശുവിനെ കൊന്നത്? മിസ്റ്റർ, അള്ളാടെ ഗർഭപാത്രം അള്ളാനെ കയറി പിടിച്ചതിന് ശേഷം അള്ളായെ യേശു വിട്ടോ ഇല്ലയോ? യെസ് ഓർ നോ പറയൂ. മറിയത്തിന്റെ അപ്പൊ ഭർത്താവാണ്. താങ്കൾക്ക് ഉത്തരവൊന്നുമില്ല, ശരിയല്ലേ? ഇതിന് അവനെ തട്ടി ഉത്തരം താഴെ ഇട്ടേരാകുമ്പോ ഇത്രയേ ഉള്ളൂ. എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, ഓഡിയൻസിലുള്ള സഹോദരന്മാരെ, നിങ്ങൾ കണ്ടില്ലേ? ഇതാണ് ഒരു ദയനീയ അവസ്ഥ. ഒരു മുസൽമാൻ്റെ ദയനീയ അവസ്ഥയാണ് നിങ്ങളിപ്പോൾ കണ്ടത്. അവൻ ഇവിടെ വന്ന ഓരോ കാര്യത്തിനും അതങ്ങനെ ഇല്ല, ഇതിങ്ങനെ ഇല്ല, അങ്ങനെ ഒരു കാര്യമേ ഇല്ല എന്നതിൻ്റെ ഓരോന്നിനും അവൻ തന്നെ വായിച്ചിട്ട് അത് അങ്ങനെ തന്നെ ഉണ്ട് എന്ന് അവൻ തന്നെ ഇവിടെ തെളിയിച്ചു. അപ്പോൾ ഇതാണ് ഒരു ആവറേജ് മുസ്ലിം പാവം. പിന്നെ രക്ഷയില്ലാതെ വരുമ്പോൾ നമ്മളെ ബൈബിളിലോട്ട് കയറി ബൈബിളിനകത്ത് അതുണ്ടല്ലോ ഇതുണ്ടല്ലോ. എവിടാ? എനിക്കില്ല ആ കാര്യം ഓർമ്മ. ഒരു സിനിമയിൽ ഫോൺ ചെയ്ത് പറയല്ലേ, നിങ്ങളിപ്പോ പുറപ്പെട്ടല്ലോ, ആ കുഴപ്പമായല്ലോ, 6 മണിക്കൂർ മുന്നേ പുറപ്പെട്ടോ എന്ന് പറയുന്ന പോലെ ഇപ്പൊ ഈ ജിന്നിന്റെ അവസ്ഥ. കൺഫ്യൂഷൻ ആയല്ലോ മൊത്തം. മിസ്റ്റർ വന്നതിന് നമ്മൾ ജിന്നിനെ വിളിക്കുന്നുണ്ട്. ഇതേ ഇന്ന് ആക്ച്വലി ബ്രദറെ, ഈ ഇസ്ലാമിന്റെ മാഡ്നസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സൂറത്ത് ജിന്ന് ഞാൻ വായിക്കാൻ തുടങ്ങിയത്. ഇത് വായിക്കാൻ തുടങ്ങിയപ്പോഴാണ് മക്മലിന് കുരുപൊട്ടിയിട്ട് മക്മല് പറഞ്ഞു ഞാൻ വായിക്കുന്നതെല്ലാം നുണയാണെന്ന്. ഇവിടെ എഴുതിയിട്ടു കിടപ്പുണ്ട്, ഞാൻ വായിക്കുന്നത് നുണയാണെന്ന്. അതായത് ഖുർആൻ 72-ാമത്തെ അധ്യായം നുണയാണെന്ന് മക്മൽ എഴുതിയിട്ടിട്ടാണ് മക്മലിനെ ഇതൊക്കെ വിവരിക്കാൻ വേണ്ടി മുകളിലേക്ക് വിളിച്ചത്. മക്മല് തത്തത്ത ബബ്ബബ അടിച്ച് മക്മലിനൊന്നും പറയാൻ പറ്റില്ല. പിന്നെ സഹായിക്കാനായിരുന്നു മിസ്റ്റർ പെർഫെക്റ്റ് കയറി വന്നു. ഹൂ ആർ യു എന്ന് ചോദിച്ചു, പറഞ്ഞു ഐ ആം എ ജിന്ന്. അങ്ങനെ മിസ്റ്റർ പെർഫെക്റ്റ് മിസ്റ്റർ ജിന്നായി മാറി. അപ്പൊ മിസ്റ്റർ ജിന്നിനിപ്പോ അത് ഒരു 4-5 ആയത്ത് വായിച്ചതോടെ അവിടെ നിർത്തി. പിന്നെ മറ്റുള്ള വിഷയങ്ങളിലേക്കെല്ലാം കയറിപ്പോയി. അവസാനം ഇപ്പം എല്ലാവരും സൂക്ഷിച്ചോണേ, ഈ മുസ്ലിങ്ങളൊക്കെ തലയെ മുണ്ടിട്ട് നടക്കുന്നതേ എപ്പോ വേണമെങ്കിലും ഈ സ്പ്രേ വരും. അപ്പൊ സ്പ്രേയിൽ നിന്ന് രക്ഷപ്പെടാനായിട്ടായിരിക്കും തലയിൽ തൊപ്പിയിട്ട് മുണ്ടൊക്കെ. അതിനു വേണ്ടിയിട്ട് ധാർമി അതുകൊണ്ടായിരിക്കും ചിലപ്പോ ഈ തലയിൽ ഇങ്ങനെ പാവാട തലയിൽ ഇട്ടോണ്ട് നടക്കുന്നത്. മിക്കവാറും അള്ളാഹുവിന്റെ ശുക്ലം തലയിൽ വീഴാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും പുള്ളി ഇത് ചെയ്യുന്നത്. അതായിരിക്കും തല വീണ ഇവരുടെ ഇടയിൽ ചുരണ്ടി കളയാൻ പറ്റില്ലല്ലോ. ഇത്രയധികം ഇവരുടെ ഇടയിൽ പോപ്പുലേഷൻ കൂടുന്നത് ഇതുകൊണ്ടൊക്കെ ആയിരിക്കും. മുകളിൽ നിന്ന് ഇങ്ങനെ വീണുകൊണ്ടിരിക്കുകയല്ലേ. ഏതായാലും താങ്ക് യു ജെന്റിൽമാൻ. ഇന്ന് നല്ല ചിരിച്ച് നമ്മുടെ വർഗീസ് സാറിന്റെ ഭാഷയിൽ ഊപ്പാടിളകി. അതെന്ത് സാധനം എനിക്കറിയില്ല, പക്ഷെ ഊപ്പാടിളകി. അള്ളാഹുവിന്റെ ഗതികേട്. ഇത് എഴുതിയ ആൾക്ക് വട്ടല്ലെങ്കിൽ പിന്നെ എന്തുവാ ഇതായത് ഈ പണ്ഡിതന്മാരെന്ന് ഇവര് പറയുന്ന പോഷിക്കുന്നവർക്കെല്ലാം തലയ്ക്ക് അല്പം 5 പൈസയുടെ ബുദ്ധി കുറവുള്ളവർ തന്നെയല്ലേ ഇതൊക്കെ. 5 സിസ്റ്ററെ പൈസയോ ഇത് 50 പൈസയോ. പറഞ്ഞു കൊടുത്ത പതുക്കെ
ഇത് പറഞ്ഞു കൊടുത്തപ്പോ അത് കേട്ടെഴുതിയവന്റെ മാനസികാവസ്ഥ ലീ സിസ്റ്റർ ഒന്ന് ആലോചിച്ച് നോക്കി. ഉം. ഇത് എഴുതിയവന്റെ മാനസികാവസ്ഥയെ. ഈ ഒരു ഒരു ഹദീസ് കണക്കിന് വെറുതെ അല്ല ഇത് ആർക്കും വായിക്കാൻ കൊടുക്കരുതെന്ന് പറഞ്ഞതിന്റെ കാര്യം ഇതാണ്. ഒരാളെയും ആർക്കും കൊടുക്കരുതെന്ന് പറഞ്ഞതിന്റെ കാര്യം രഹസ്യം ഇത് പറഞ്ഞു. അതാണ് സത്യം. ജോസഫ് ബ്രദറെ ഈ ഇത് അന്ന് കൊടുത്തിരുന്നെങ്കിൽ ഇയാളെ അമ്മമാര് എന്നെ ചെയ്തേനോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. കൊടുത്തിരുന്നെങ്കിൽ. ഈ അള്ളാഹുടെ ശുക്ലം പൊഴിപ്പിക്കുന്ന ഈ സാധനം ഉണ്ടല്ലോ, ഈ ഒരു ഹദീസ് ഇവരുടെ തന്നെ ഒരു പണ്ഡിതനുണ്ട്. പുള്ളി ഒരു എന്താ ഇസ്ലാമിക ലോകത്ത് പുള്ളി പല ഹദീസുകളും പുള്ളി എടുത്തിട്ട് അലക്കുന്ന ഒരു പുള്ളിക്കാരനാണ്. പുള്ളി ഈ ഹദീസ് ഒരു ഫുൾ വീഡിയോ ചെയ്യുന്നുണ്ട്. ആ വീഡിയോയ്ക്കകത്ത് ഈ ഹദീസ് വായിക്കുന്നതിന് മുൻപേ പുള്ളി ഒരു അംബ്രല്ല എടുത്തുകൊണ്ട് വന്നിട്ട് പുള്ളി തലയ്ക്ക് മേളിൽ വെക്കും. എന്നിട്ട് പുള്ളി ഈ ഹദീസ് വായിക്കുന്നുണ്ട്. ഈ ഹദീസ് കേട്ടതിന് ശേഷം ഈ പല മുസ്ലിം ദാവ പ്രവർത്തകരും പുള്ളിയെ പലതരത്തിൽ പേടിപ്പിക്കാനൊക്കെ തുടങ്ങി, ത്രെട്ടൻ ചെയ്യാനൊക്കെ തുടങ്ങി. അങ്ങനെ മുഹമ്മദ് ഹിജാബിൻ്റെ കൂട്ടത്തിലുള്ള ദാവ പ്രവർത്തകർ ഈ പുള്ളിക്കാരൻ്റെ വീട്ടിൽ കയറി, പുള്ളിക്കാരൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് വീട്ടിൽ കയറി അവരെ അപായപ്പെടുത്താനുള്ള രീതിയിലേക്ക് മുഹമ്മദ് ഹിജാബിൻ്റെ കൂട്ടത്തിലുള്ളവന്മാർ ശ്രമിച്ചതാണ്. ഈ ഹദീസ് കാരണം അള്ളാഹ് ശുക്രം പുറപ്പെടുവിക്കുന്നു എന്നുള്ള റെഫറൻസ് പുള്ളി എടുത്ത് വായിച്ചത് കൊണ്ട് പുള്ളിയെ കൊല്ലാൻ വരെ നോക്കിയവന്മാരാണ് ജിഹാദികൾ. ബ്രദറെ, ഒന്ന് രണ്ട് കാര്യങ്ങള് ഈ മിസ്റ്റർ ജിന്നോട് ചോദിക്കണം എന്നുണ്ടായിരുന്നേ. അത് ഇതാണ്. ഇപ്പൊ ജിന്നുകളൊക്കെ മുസ്ലിങ്ങളായി അക്കോർഡിംഗ് ടു ചാപ്റ്റർ 72. ജിന്നുകള് കുറെ എണ്ണം, എല്ലാരും അല്ല, ജിന്നുകളിൽ കുറെ പേര് ഖുറാൻ വായിച്ചു കേട്ടിട്ട്, അത്ഭുതകരമായ ഖുറാൻ വായിച്ചു കേട്ട് ഇവരെല്ലാം മുസ്ലിമായി. അപ്പൊ മുസ്ലിങ്ങളൊക്കെ ജന്നയിൽ പോവെന്ന് വിചാരിക്കുക. മുസ്ലിങ്ങളല്ലേ, അപ്പൊ ജന്നയിൽ പോകുമല്ലോ. അപ്പം ജന്നയിൽ ചെന്നിട്ട് ഈ ജിന്നുകൾക്ക് എന്താ പണി? അവിടെയും ഡാഷിൽ ചുറ്റിക്കടന്ന് വല്ല പരിപാടിയൊക്കെയാണോ അവിടെ? ഇവിടെ അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ടല്ലോ, ജിന്നുകൾ ചുറ്റുക ആ ബെഡ്റൂമില്. അതൊക്കെ അവിടെ ഉണ്ടാവോ ജിന്നുകൾക്ക്? അതിനോട്ടാണ് അങ്ങോട്ട് കയറ്റി അയക്കുന്നത്. ഈ ജിന്നെന്ന് പറഞ്ഞാല് ഭൂതങ്ങളാണ്. ഭൂതങ്ങൾക്ക് മാനസാന്തരം ഉണ്ടായി ജന്നയിലേക്ക് പോകുന്നത് എന്തിനാണ് മുസ്ലിങ്ങളോടൊപ്പം? ഇതൊക്കെ ഒന്ന് ചോദിക്കണം എന്നുണ്ടായിരുന്നു. ജിന്നുകളുടെ പ്രധാന ജോലി ബെഡ്റൂമിൽ ചില ചുറ്റി പടർന്ന് കിടക്കുന്ന പരിപാടിയൊക്കെ ആണല്ലോ. ഇതൊക്കെ അല്ല, മുസ്ലിങ്ങൾ തന്നെ ചിന്തിക്കണം. ഈ നമ്മുടെ ഈ മുതല് മുസ്ലിങ്ങൾ പറഞ്ഞിട്ടില്ല, ഇതൊക്കെ എനിക്ക് ഒരു ഊരേ ചിന്തിക്കണം. ഉള്ളൂ എന്ന്. ഒരു ആ എനിക്ക് ഒരു ഊരേ ഉള്ളൂ, അതിവിടെ ഉണ്ടെന്ന്. അപ്പൊ ഇത്രയ്ക്ക് ചിന്തിക്കാൻ പറ്റുന്ന മിസ്റ്റർ പെർഫെക്റ്റ് ചിന്തിക്കുക. നിങ്ങൾ ഈ മതം, ദിസ് ഈസ് നോട്ട് റിലിജ്യൻ. അള്ളാഹുവിന്റെ മതം ഇസ്ലാം മാത്രമാണെന്ന് ഖുറാനിൽ പലയിടത്ത് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിനൊരു മതമുണ്ട്, മനസ്സിലായോ? ദൈവത്തിന് മതം ഉണ്ടാകുമോ മിസ്റ്റർ പെർഫെക്റ്റ്? ഇനി നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. പഴയ കാര്യമൊക്കെ വിട്ടുകളയും. ഞങ്ങൾ പറഞ്ഞതൊക്കെ നിങ്ങളുടെ കിതാബിൽ എഴുതിയിരിക്കുന്ന വട്ടന്മാര് എഴുതി വെച്ചു എന്ന് വിചാരിക്കുക. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, അള്ളാഹുവിന് മതം ഇസ്ലാം മാത്രമാണെന്ന്. അല്ല, ഈ സർവ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ഒരാൾ ഒരു മതം തിരഞ്ഞെടുക്കുമോ? ഒരു മതം തിരഞ്ഞെടുക്കുമോ? സോ ലീവ് ഇറ്റ് ആൻഡ് റൺ ഫ്രം ദിസ്. ഈ തരത്തിലുള്ള നോൺസെൻസ് ഒക്കെ എഴുതി വെച്ചിട്ട് ഞങ്ങൾ ചിരിക്കും. ഞങ്ങൾ ചിരിക്കാണ്ട് എന്ത് ചെയ്യും? ഞങ്ങൾ കരയണം ഇത് വായിച്ചിട്ട്. അപ്പൊ നിങ്ങൾ ഇത്രയും മനസ്സിലാക്കിക്കൊള്ളുക, ദിസ് ഈസ് ഓൾ മാഡ്നസ്. ഈ സൂറത്ത് ജിന്ന്, ഇറ്റ്സ് എ മാഡ്നസ്. ഇറ്റ് ഈസ് ഫുള്ളി മാഡ്നസ്. ഒന്നുകിൽ സിഹർ ബാധിച്ചവൻ, പിശാച് പിടിച്ചവൻ എഴുതി വെച്ച കാര്യങ്ങളാണ് ഇതൊക്കെ. ഇതൊക്കെ വിട്ടെറിഞ്ഞ് റൺ അവേ ഫ്രം ദിസ്. Come to the feet of Jesus Christ. He will save you. പിന്നെ നിങ്ങൾ ഇടയ്ക്ക് പറയുന്നത് കേട്ടു മറിയം ബീവിയെ എന്താണ് മറിയം ബീവിയോട് മോശമായിട്ട് പെരുമാറിയതല്ലേ നിങ്ങളുടെ അള്ളാഹുവിന്റെ റൂഹ്? പരിപൂർണ പുരുഷന്റെ വേഷത്തിൽ ചെന്നിട്ട് എന്തോ ചെയ്ത പരിപാടി. ഇതൊക്കെ മോശമല്ലേ? ഇതൊക്കെ നിങ്ങൾ ബൈബിൾ എടുത്തൊന്ന് വായിക്കൂ സഹോദര. എന്തെങ്കിലും നിങ്ങളിൽ നന്മയുണ്ടെങ്കിൽ, മാഡ്നസ് പോകണമെന്നുണ്ടെങ്കിൽ, റീഡ് ദ ബൈബിൾ, റീഡ് ദ ന്യൂ ടെസ്റ്റമെന്റ്. അത്രയും പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നല്ലൊരു എന്റർടൈൻമെന്റ് ഡേ ആയിരുന്നു. പക്ഷെ എന്നിരുന്നാലും സങ്കടം തോന്നുന്നു ഇവരുടെയൊക്കെ കാര്യം.
How devil has closed their eyes and heart.